പ്രൈസ് ലോർഡ്. എൻ്റെ കഥയുടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സെക്ഷനിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രിയമുള്ളവരും ഞങ്ങൾ ഒരു പ്രാവശ്യം സ്വാഗതം ചെയ്യുകയാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യവുമായിട്ടാണ് നിങ്ങളുടെ നടുവിലേക്ക് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. ഞങ്ങളെ അതിവാത്സ്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല കർത്താവേ, അപ്പോൾ ഞങ്ങളുടെ ജീവിതം നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം കർത്താവേ. ഇന്നത്തെ ടെസ്റ്റ് മണി കർത്താവിൻ്റെ പാദവൃത്തിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ടെസ്റ്റ് മണി പറയാൻ വേണ്ടി കടന്നു വന്ന മകളെ നിൻ്റെ പാദവൃത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നമ്മൾ പറയുന്ന ഓരോ അനുഭവങ്ങൾ കർത്താവ് അനേകരുടെ ജീവിതത്തിൽ കർത്താവേ അത് അനുഗ്രഹം വിടുതലുമായി തീരാൻ കർത്താവ് ഇടയാക്കുന്നതിനായ സ്തോത്രം. ആദ്യോടന്തം കർത്താവിൻ്റെ കൃപ കൂടിയിരിക്കുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയാചകനായ സ്തോത്രം എല്ലാ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് നമ്മളോടൊപ്പം നമുക്ക് ടെസ്റ്റിമണി പറയാൻ വന്നിരിക്കുന്നത് ഓസ്ട്രേലിയയിൽ നിന്ന് പ്രിയ മോള് സിസ്റ്റർ രമ്യ മഹേഷാണ്. പ്രിയ രമ്യ ഞങ്ങൾ സ്നേഹത്തോടെ നമ്മുടെ എൻ്റെ കഥയുടെ സെക്ഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം മോളെ. പ്രൈസ് ലോർഡ്. അതെ അതെ, സുഖമായിട്ടിരിക്കുന്നേ? അതെ, നമ്മൾ ഒരു വർഷമായിട്ട് കോണ്ടാക്റ്റിലുണ്ട് അല്ലയോ? അതെ 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 അതെ. പക്ഷെ എല്ലാത്തിനും കർത്താവ് ഒരു സമയം വെച്ചിട്ടുണ്ട്. ഇത് തക്ക സമയത്ത് കർത്താവ് അത് ചെയ്യുവാൻ ഇടയാക്കി. എനിക്ക് തോന്നുന്നു ഒരു മാസത്തിന് മുന്നേ നമ്മൾ റെക്കോർഡിങ്ങിന് വേണ്ടി എല്ലാം സ്റ്റാർട്ട് ചെയ്ത് അന്നേരം തടസ്സം വന്നുകൊണ്ട് പിന്നെ അന്നും ചെയ്യാൻ പറ്റിയില്ല, കറണ്ട് പോയത് കൊണ്ട്. അതെ, ഓക്കെ മോളെ. അന്നേരം നമുക്കൊന്ന് പരിചയപ്പെടാം. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി എല്ലാം ഒന്ന് നമുക്ക് മോളെ ഒന്ന് പരിചയപ്പെടുത്താം. നാട്ടിലെവിടാ ജനിച്ചു വളർന്നത്, വീട്ടിലെല്ലാരെ പറ്റി പറയാം, ഇപ്പൊ എവിടെ ആയിരിക്കുന്നു, ഫാമിലിയെ പറ്റിയൊക്കെ പറയാം. ഓക്കെ. താങ്ക് യു ചേച്ചി. ദൈവം ഇങ്ങനെ ഒരു അവസരം തന്നതിന് ദൈവത്തിന് നന്ദിയോടെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. സകല മഹത്വം കർത്താവിന് അർപ്പിക്കുന്നു. ഇന്ന് കർത്താവിന്റെ മുന്നേ അനേകരുടെ മുന്നേ ദൈവത്തിന്റെ ഒരു സാക്ഷിയായി നിൽപ്പാൻ ദൈവം തമ്പുരാൻ തന്ന വലിയ ഭാഗ്യത്തിനായിട്ട് അവസരത്തിനായിട്ട് ഞാൻ കർത്താവിനെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഒരു യോഗ്യതയില്ല എനിക്ക് പറയാൻ. അവിടുത്തെ കൃപയല്ലാതെ അവിടുത്തെ കൃപ ഒന്ന് മാത്രമാണ് എന്നെ ഇന്ന് ദൈവ സാക്ഷിയാക്കി നിർത്തിയിരിക്കുന്നത്, ജീവനോടെ നിർത്തിയിരിക്കുന്നത്. ഇന്ന് എനിക്ക് ഈ ഒരു അവസരം തന്ന ആസാദി ചാനലിനോടുള്ള പ്രത്യേക നന്ദി ഞാൻ ദൈവസന്നിധിയിൽ അറിയിച്ചുകൊള്ളുന്നു. ഏകദേശം 1 വർഷമായി ചേച്ചി പറഞ്ഞതുപോലെ ആ സമയത്ത് ഞാൻ ഫുൾ ടൈം പ്രഗ്നന്റ് ആയിരുന്നു. അങ്ങനെ ഞാൻ തന്നെ റിക്വസ്റ്റ് ചെയ്തത് നീട്ടി പിന്നെ ഓരോ പ്രാവശ്യം ചെയ്യാൻ ശ്രമിക്കുമ്പോഴും പല പല കാരണങ്ങളാൽ അത് നീണ്ടു പോയി. പക്ഷെ ദൈവം ഒരുക്കിയ ദിവസം ഇന്നാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് പറയാൻ ഒക്കെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അടിയനെ സഹായിക്കുമാറാകട്ടെ. ദൈവം തന്നെ ഇത് നടത്തിക്കൊണ്ട് പരിശുദ്ധാത്മാവ് തന്നെ ഇതിനെ നിയന്ത്രിക്കുമാറാകട്ടെ, സഹായിക്കുമാറാകട്ടെ. ഞാനും എൻ്റെ കുടുംബവും, അതായത് എൻ്റെ ഹസ്ബൻഡ്, ദൈവം ഞങ്ങൾക്ക് ദാനമായിട്ട് 3 കുഞ്ഞുങ്ങളെയാണ് തന്നേക്കുന്നത്. ഞങ്ങളിപ്പോൾ ഓസ്ട്രേലിയയിലെ മെൽബണിലായിരിക്കുന്നു. ഇവിടെ PCA ഫിലാഡൽഫിയ ക്രിസ്ത്യൻ അസംബ്ലി ചർച്ചിലെ അംഗങ്ങളാണ് ഞങ്ങള്. അവിടെ പാസ്റ്റർ ബിനിസി മാത്യു ആണ് അവിടുത്തെ ശുശ്രൂഷകൻ. അനുഗ്രഹത്തോടെ ദൈവത്തിന്റെ കൃപയാൽ ഞങ്ങളിവിടെ അനുഗ്രഹത്തോടെ ദൈവത്തിന്റെ അത്ഭുതങ്ങളാൽ അവിടുത്തെ വലിയ കൃപയാൽ ദൈവം ഞങ്ങളിവിടെ നടത്തുന്നു. ഞാൻ വിശ്വാസത്തിൽ വന്നതും ഒക്കെയും പറയുവാണെങ്കിൽ ഞാൻ ഒരു ഹിന്ദു കുടുംബത്തിൽ നിന്നാണ് കടന്നു വന്നത്. നാട്ടില് ഞാൻ അടൂര് ഒരുപാട് പാസ്റ്റർമാരൊക്കെ പഠിച്ച ഒരു സ്ഥലമാണ് മണക്കാലയ്ക്ക് അടുത്തുള്ള നെല്ലിമുകളാണ് എൻ്റെ സ്ഥലം. അവിടെ ഒരു ഗ്രാമത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടതാണ് ഞാന്. അവിടെ ഞാനൊരു ഹിന്ദു കുടുംബത്തിലാണ്, ഞാൻ പറഞ്ഞതുപോലെ ഹിന്ദു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. എൻ്റെ ചുറ്റുപാടെല്ലാം ഹിന്ദുക്കളാണ്. എനിക്ക് യേശുവിനെ പറ്റി യാതൊരു അറിവും ആ സമയത്തൊന്നും ഇല്ലായിരുന്നു. ഞാൻ +2 പഠിക്കുന്ന സമയത്ത് ആണ് യേശു കർത്താവിനെ യേശുവിനെ പറ്റി അറിയുവാനിടയായത്. കാരണം അതിനു മുന്നേ ഞാൻ എൻ്റെ ഒത്തിരി ചെറുപ്പത്തില് 5-ലോ 6-ലോ ഒക്കെ പഠിക്കുന്ന സമയത്ത് എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ വീട്ടിൽ പോയി നിൽക്കുമായിരുന്നു. എൻ്റെ അമ്മയുടെ ചേച്ചി യേശുവിനെ അറിഞ്ഞ് അവര് മർത്തോമ സഭയിലേക്ക് രക്ഷിക്കപ്പെട്ടതാണ്. അങ്ങനെ വളരെ ചെറുപ്പത്തില്, എനിക്ക് തോന്നുന്നു ഞാൻ ജനിച്ച എൻ്റെ 1-2 വയസ്സുള്ള സമയത്തൊക്കെ ആയിരിക്കും. അന്നൊക്കെ വല്യമ്മ എന്നെ കൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിപ്പിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അതൊന്നും എത്രത്തോളം മനസ്സിലാക്കാൻ അന്ന് എനിക്ക് പറ്റിയിട്ടില്ല. നമ്മൾ വീട്ടിൽ വരും, വീണ്ടും ആ രീതിയിലേക്ക് തന്നെ പോകും. പക്ഷെ ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു വല്യമ്മയുടെ ഒരു പ്രാർത്ഥനയൊക്കെ അടിയന്റെ ജീവിതത്തിൽ അനുഗ്രഹമായിരുന്നു എന്ന്. അങ്ങനെ +2 പഠിക്കുന്ന ഒരു സമയത്ത് എൻ്റെ അമ്മയ്ക്ക് ഭയങ്കരമായിട്ടൊരു ബാക്ക് പെയിൻ ഉണ്ടായി. അപ്പം എൻ്റെ അനിയത്തിയും അമ്മയാണ് വീട്ടിലുള്ളത്. ഞങ്ങൾ ചെറുപ്പം തൊട്ടേ ഗൾഫില് ജോലിയായിട്ടുള്ള ബന്ധത്തിലായിരുന്നു.
അപ്പം ഞങ്ങളിങ്ങനെ കുഴപ്പമില്ലാതെ അദ്ദേഹത്തിന്റെ കൃപയാൽ ഇങ്ങനെ ജീവിച്ചു പോയിക്കൊണ്ടിരുന്ന ഒരു സമയത്താണ് അമ്മ പെട്ടെന്ന് സിക്കാവുകയും അമ്മ അങ്ങ് കിടപ്പിലായി പോയി. കാരണം അമ്മ നമുക്ക് കംപ്ലീറ്റ് അങ്ങ് കൂനിപ്പോയി. അപ്പം ഞാൻ ഈ ഹിന്ദു കാര്യങ്ങളില് എല്ലാം അങ്ങനെ അമ്പലങ്ങളിൽ സ്ഥിരമായി പോവുകയും അമ്പലങ്ങളിലെ കാര്യങ്ങളൊക്കെ ചെയ്യും, അമ്പലങ്ങളിൽ ഭാഗവതം വായിക്കും, എല്ലാ കാര്യങ്ങളും ചിട്ടയോടൊക്കെ ചെയ്യുന്ന ആളായിരുന്നു. കാരണം ആ രീതിയിലാണ്. കാരണം നമുക്ക് ആ ചുറ്റുപാടും ക്ഷേത്രങ്ങളും അങ്ങനെ ആ രീതിയിലാണ് വളർന്നു പൊക്കോണ്ടിരുന്നത്. അപ്പൊ പെട്ടെന്ന് അമ്മയ്ക്ക് ഇങ്ങനെ വയ്യാതായി. അമ്മയ്ക്ക് ഒത്തിരി ട്രീറ്റ്മെന്റുകൾ ചെയ്തു. നമ്മുടെ ബാക്ക് പെയിൻ ഒരുപാട് ട്രീറ്റ്മെന്റുകൾ ചെയ്തു. യാതൊന്നും കുറയുന്നില്ല. അസുഖം ദിവസം ദിവസം കൂടി വരുക. അപ്പൊ ഞാൻ ഈ പോകുന്ന ക്ഷേത്രങ്ങളൊക്കെ, കാരണം അപ്പ നാട്ടിലില്ല, അപ്പൊ എനിക്കാണ് വലിയൊരു ഉത്തരവാദിത്തം അമ്മയുടെ അസുഖത്തിനെ പറ്റിയുള്ളത്. അപ്പൊ ഞാൻ ഈ +2 കഴിഞ്ഞ ഒരു സമയമാണ്, എന്തെങ്കിലും ഒരു കോഴ്സിനും പോകേണ്ട ഒരു സമയം. അപ്പൊ അമ്മയെ കൊണ്ട് ഹോസ്പിറ്റലുകളെല്ലാം നടക്കുക, അതാണ് നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇങ്ങനെ പോയിട്ട് ഞാനപ്പോ ഈ ക്ഷേത്രങ്ങളിലെല്ലാം പോയിട്ട് എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ അമ്മയ്ക്ക് പൂർണ്ണ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. പക്ഷെ ആ സമയത്തൊന്നും അമ്മയുടെ അസുഖം കുറയുന്നില്ല, കൂടുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പം ഞാനും അനിയത്തിയും വളരെ ഭാരപ്പെട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പം ദൈവത്തിന്റെ കൃപയാല് ആ സമയത്ത് ഞങ്ങളുടെ ആ ദേശത്തിനടുത്തുള്ള ഒരു ചേച്ചി അവര് ഹിന്ദുക്കളാണ്, അവര് കത്തോലിക്ക ഭാഗത്തിലേക്ക് യേശുവിനെ അറിഞ്ഞ് അങ്ങനെ മാറിയവരാ. അപ്പൊ ആ ആന്റി വഴി ഒരു ബ്രദറും ഈ ആന്റിയും ഒക്കെ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കാരണം ഈ സമയത്ത് അമ്മ അങ്ങ് വലിയൊരു രോഗിയായിട്ട് കിടപ്പാ, കംപ്ലീറ്റ് കൂനി പോയി ഒരു രോഗിയായിട്ട് അങ്ങ് കിടപ്പാ. അപ്പം നാട്ടുകാരൊക്കെ വീട്ടിൽ വന്ന് കാണുമ്പോഴൊക്കെ ഇവര് പറയുന്ന അമ്മയ്ക്ക് വല്ല മാരക രോഗമായിരിക്കും, ക്യാൻസറോ അങ്ങനെ എന്തെങ്കിലും, ഇതൊക്കെ നമ്മളിങ്ങനെ ആൾക്കാർ പറയുന്ന കേൾക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ചെറുപ്പം, അപ്പൊ നമുക്ക് ഇതൊക്കെ വലിയൊരു ഭാരമാണ്. അപ്പൊ ഇവര് വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് അവരുടെ സാക്ഷ്യം നമ്മളോട് പറഞ്ഞു. ഈ യേശു കർത്താവ് രക്ഷിക്കുന്ന ദൈവമാ, രോഗസൗഖ്യം തരുന്ന ദൈവമാ, നല്ല കർത്താവാണെന്നൊക്കെ ഇവര് പറഞ്ഞപ്പം എനിക്ക് അന്നേരം നമുക്ക് നമ്മുടെ അസുഖം മാറിയേ പറ്റൂ. അപ്പൊ അങ്ങനെയാണ് കർത്താവിനെ പ്രാർത്ഥിക്കാൻ, യേശുവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പൊ അവരുടെ സാക്ഷിയൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചു. അപ്പൊ ഞാന് യേശുവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പൊ ഈ പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോ തൊട്ട് എനിക്ക് ഭയങ്കര ഒരു സമാധാനവും സന്തോഷവും ഒക്കെ ആവാൻ തുടങ്ങി. അമ്മയുടെ അസുഖം ഒന്നും അങ്ങോട്ട് മാറുന്നില്ല, പക്ഷെ സ്റ്റിൽ എനിക്ക് ഭയങ്കര സന്തോഷമായി, ഒരു കോൺഫിഡൻസ് ആയി. ദൈവമുണ്ട്, എനിക്ക് ആശ്രയിക്കാൻ ഒരാളുണ്ടെന്നുള്ളൊരു വലിയ കോൺഫിഡൻസ് എന്നിൽ വരാൻ തുടങ്ങി. അങ്ങനെ തമ്പുരാൻ വലിയൊരു കൃപയാല് അതിന് ശേഷം ഞങ്ങൾ അമ്മയെ കൊണ്ട് മെഡിക്കൽ കോളേജിൽ പോയി. അപ്പൊ മെഡിക്കൽ കോളേജിൽ പോയി ഡോക്ടർ പറഞ്ഞു നമുക്ക് സർജറി ഒക്കെ ചെയ്യാന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഡോക്ടറെ കാണാനായിട്ട് തലേന്ന് പോവുമല്ലോ. അപ്പം പോയപ്പം പുള്ളി പറഞ്ഞു നമുക്കൊരു 1 മന്ത് ഫുള്ള് കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് എടുത്ത് നോക്കാം, അങ്ങനെ അങ്ങനെയാണെങ്കിൽ മാറുവാണെങ്കിൽ സർജറി ചെയ്യേണ്ട, അല്ലെ സർജറി ഒരുപാട് കോംപ്ലിക്കേഷൻ, കാരണം നമ്മുടെ ഒരുപാട് ഡിസ്കിനൊക്കെ 2-3 ഡിസ്കിനൊക്കെ പ്രൊലാപ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് സർജറി, അപ്പം 3 ദിവസം ഹോസ്പിറ്റൽ ഓൾറെഡി കിടന്നു. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇനിയിപ്പം ഇതേ കിടപ്പിലങ്ങ് പോയാൽ മതി, ആംബുലൻസ് വിളിച്ച് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഈ ആംബുലൻസ് വിളിച്ചിട്ട് എൻ്റെ മാമൻ, അമ്മയുടെ ആങ്ങളയായിരുന്നു പറഞ്ഞു, മാമനൊരു വലിയൊരു ആംബുലൻസ് ഒക്കെ വിളിച്ചോണ്ടാ വന്നത്. അപ്പൊ വലിയൊരു രോഗിയായിട്ട് അമ്മ ഇവിടുന്ന് എടുത്തോണ്ട് പോയതാ. അപ്പൊ തിരിച്ചു വന്നപ്പോ വലിയൊരു ആംബുലൻസിൽ ആൾക്കാരൊക്കെ ഓടിക്കൂടി. അപ്പൊ അങ്ങനെ എനിവേ തിരിച്ചു വന്നു. അപ്പൊ ഞങ്ങൾ യേശുവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പൊ ഞാനും എൻ്റെ അനിയത്തി, അവള് കൊച്ചു കുഞ്ഞാ, അന്ന് അവൾക്കൊരു 9-10 വയസ്സേ ഉള്ളൂ. ഞങ്ങൾ രണ്ടുപേരും കൂടെ അമ്മയുടെ കിടക്കയുടെ താഴെ ഇരുന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ യേശുവുമായിട്ടൊരു ബന്ധത്തിലോട്ട് എത്തിച്ചേരുവാൻ ദൈവം സഹായിച്ചു. അപ്പൊ ആ സമയത്ത് എനിക്ക് ഒരു കോഴ്സിനും എല്ലാം പോകണം, ഒരു കോഴ്സിനും എല്ലാം ചേരണം. അപ്പം അമ്മയാണല്ലോ എല്ലാ കാര്യവും ചെയ്യുന്നത്. അപ്പൊ അമ്മ കിടപ്പിലായി പോയത് കൊണ്ട് ദൈവം തന്നെ അതിനൊക്കെ വഴിയൊരുക്കി. എൻ്റെ ഒരു സുഹൃത്ത്, എൻ്റെ കൂട്ടുകാരി ബിൻസിയുടെ പപ്പായോട് എൻ്റെ പപ്പ വിളിച്ചു പറഞ്ഞു, ബിൻസിയുടെ എന്ത് കോഴ്സിനാ ബിൻസിയെ ചേർക്കുന്നത്, അതിന് തന്നെ എനിക്കും കൂടെ സീറ്റ് എടുക്കാൻ വേണ്ടിയൊക്കെ അങ്ങനെ വിളിച്ചു പറഞ്ഞു. ദൈവം തമ്പുരാൻ തന്നെ ഒരുക്കിയതാ കേട്ടോ, സകലവും കർത്താവ് ഒരുക്കിയത്. അങ്ങനെ ബിൻസിയുടെ പപ്പ ബിൻസിയുടെ കൂട്ടത്തിൽ എനിക്ക് പോയി നഴ്സിങ്ങിന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കോഴ്സ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ആ സമയത്ത് അമ്മ കംപ്ലീറ്റ് കിടപ്പ, അമ്മയെ നോക്കാൻ ആരും ഇല്ല. അപ്പൊ എൻ്റെ അനിയത്തി കൊച്ചു കുഞ്ഞ. അപ്പൊ ഇവളെ ഏൽപ്പിച്ചിട്ടാണ് അമ്മയും ഇവളെയും ഒറ്റയ്ക്കാക്കിയിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പം വീട്ടിൽ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംഭവിച്ചതെന്ന് വെച്ചാല് സാമ്പത്തികമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ വന്നു. കാരണം നമ്മുടെ പൈസ അമ്മയുടെ ബന്ധുക്കാർക്ക് കൊടുത്തിട്ട് അത് കിട്ടാതൊക്കെ ആയി. അപ്പൊ അത് വീട്ടിൽ ചെറിയ അപ്പയും അമ്മയും തമ്മിലുള്ള ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ വന്നു. അപ്പൊ പിന്നെ പൈസ അറേഞ്ച് ചെയ്തൊക്കെയാ നമ്മളെ വിട്ടെ. അപ്പൊ എല്ലാം ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെയാണ് ആ സമയത്ത് പോകുന്നത്. പക്ഷെ ദൈവത്തിന്റെ കൃപയെല്ലാം അനുഗ്രഹമായിട്ട് ദൈവം ചെയ്തു.
അങ്ങനെ ഞാൻ കോഴ്സിന് പോകുമ്പോൾ വളരെ ഭാരത്തോടാണ് ഞാൻ കടന്നു പോകുന്നത്. കാരണം എൻ്റെ അമ്മ കംപ്ലീറ്റ് കിടപ്പാ. എൻ്റെ അനിയത്തി വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. വീട്ടിലെ കാര്യങ്ങളും ബുദ്ധിമുട്ടാ. കാരണം ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഇതിന്റെ ഇടയിൽ ഉണ്ടായതുകൊണ്ട്. അപ്പൊ എനിക്ക് കർത്താവ് മാത്രമേ ഉള്ളൂ ആശ്രയിക്കാൻ. അപ്പൊ ഞാൻ ഏകയായിട്ട് അവിടെ പോകുമ്പോൾ മറ്റുള്ളവരുടെ കൂടെ സന്തോഷിക്കാനൊന്നും എനിക്ക് പറ്റുന്നില്ല. കാരണം എല്ലാം കൂടി നമുക്കൊരു പ്രയാസം. പക്ഷെ അന്ന് എനിക്ക് ആശ്രയിപ്പാൻ എൻ്റെ യേശുവിനെ അറിഞ്ഞിട്ടാണ് ഞാൻ അവിടുന്ന് പോയത്. അപ്പൊ അങ്ങനെ ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്നിട്ട് ഞാനൊരു മുസ്ലിം കോളേജിലാണ് പഠിച്ചത്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ പെരിന്തൽമണ്ണയില്. അപ്പം മൗലാന ഹോസ്പിറ്റലിലാണ് പഠിച്ചത്. അപ്പം ഈ അവിടെ ഞങ്ങൾക്കൊരു ഇങ്ങനെ മുസ്ലിംസിന് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു പ്രത്യേക റൂമുണ്ട്. അപ്പൊ ഈ റൂമിൽ പോയിരുന്നിട്ട് ഞാൻ വിളിച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കും. അപ്പം ഞാൻ എൻ്റെ യേശുവിന്റെ സാന്നിധ്യം ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുള്ള സമയങ്ങളാണ് അതൊക്കെ. ഭയങ്കരമായിട്ട് എന്റെ അടുത്ത് വന്നൊരു നല്ല സ്നേഹിതനെ പോലെ എന്നെ ആശ്വസിപ്പിച്ച നല്ലൊരു കർത്താവാ. അപ്പൊ എനിക്ക് യേശുവിനെ പറ്റി അധികം ഒന്നും അറിയത്തില്ലേ. കർത്താവ് നല്ല കർത്താവാ, എന്നെ സ്നേഹിക്കുന്ന ദൈവമാ, എന്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാ. ഇത് മാത്രമേ എനിക്ക് ഇതിനെ പറ്റി അറിയത്തുള്ളൂ. അങ്ങനെ ഞാൻ യേശുവിനോട് പ്രാർത്ഥിച്ചു തുടങ്ങി. അങ്ങനെ അമ്മ 35 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കിന് അമ്മ എന്നെ അമ്മയുടെ ഒക്കെ പതുക്കെ പതുക്കെ മാറി ദൈവ സൗഖ്യം കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ അതിൽ എന്നിൽ ഭയങ്കരമായിട്ട് വിശ്വാസം വളർത്തി. അങ്ങനെ പിന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് പിന്നെ കോളേജിലെ പഠനകാലം അതൊക്കെ വലിയ അനുഗ്രഹമാക്കി. അപ്പൊ എൻ്റെ ഈ കൂട്ടുകാരി, എൻ്റെ ഫ്രണ്ട് ബിൻസി, അവളൊരു ഓർത്തഡോക്സ് ഇതിലുള്ളതാ. അപ്പൊ അവളുടെ കൂട്ടത്തിലാണ് ഞാൻ പള്ളിയിൽ പോകുന്നതും. ഓർത്തഡോക്സ് പള്ളിയിലാണ് പോകുന്നത്, ചർച്ചിലാണ് പോകുന്നത്. പിന്നെ ഞങ്ങളുടെ കോളേജിനടുത്ത് കത്തോലിക്ക ചർച്ചാണ് ഉള്ളത്, അവിടെയൊക്കെയാ പോകുന്നതൊക്കെ. അപ്പൊ അവിടെയൊക്കെ പോയി പ്രാർത്ഥിക്കും. അങ്ങനെ പിന്നെ ഞങ്ങളുടെ ക്ലാസ്സിലെ ക്രിസ്ത്യൻസും കുറവാ, കൂടുതലും മുസ്ലിം പിള്ളേരാണ് കൂടുതലും ഉള്ളത്. അപ്പം ഞാൻ കർത്താവുമായിട്ട് ഒരു കൂടുതൽ റിലേഷൻ ഉണ്ട്, പക്ഷെ എനിക്ക് കൂടുതലൊന്നും അറിയത്തില്ല, ആരോട് ചോദിക്കാനും ഇല്ല നമുക്ക്. അപ്പൊ ഞാനിങ്ങനെ എൻ്റെ ഈ മുസ്ലിം ഫ്രണ്ട്സ് ഒക്കെ കൂടുതൽ അവരുടെ ഇതിനെപ്പറ്റിയൊക്കെ പറഞ്ഞു തരുന്നു, ഇതാണ്. അപ്പൊ എനിക്ക് ആരോടും ചോദിക്കാനില്ല. അപ്പൊ ഞാൻ വന്ന് കർത്താവിന്റെ അടുത്ത് സന്നിധിയിൽ ഇരുന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കും, എൻ്റെ ദൈവമേ ഇവരിങ്ങനെയൊക്കെ പറയുന്നത് എനിക്ക് അറിയത്തില്ല, എന്തുവാന്ന് വെച്ചാൽ നീ തന്നെ എനിക്ക് പറഞ്ഞു തന്നേ പറ്റത്തുള്ളൂ. കാരണം എനിക്ക് ആരോടും ചോദിക്കാനില്ല, ചോദിച്ചാൽ ഇവർ വിചാരിക്കുമ്പോൾ എന്നായി ചോദിക്കുന്നതെന്ന് ഓർക്കും. അപ്പം ദൈവം തന്നെ എന്നോടത്ത് പറഞ്ഞു തന്ന്. അന്നൊക്കെ ഞാൻ സങ്കീർത്തനങ്ങളാണ് കൂടുതൽ വായിക്കുന്നത്, പക്ഷെ അന്ന് തന്നെ ദൈവം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, അന്ന് ദൈവം എന്നോട് ഇടപെട്ട ഒരു വചനമാണ് യോഹന്നാൻ 15 പറയുന്നത്, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി, എന്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു, എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നൊക്കെ അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തിവെടുപ്പാകുന്നു. അപ്പം ദൈവത്തിന്റെ വചനം അതെനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ഇന്നും ഇന്നലത്തെ പോലെ ഓർക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഈ വചനം എന്നോട് ഇടപെട്ടു. അപ്പം ദൈവം എന്താണ് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മ എന്താണ്, എല്ലാം എനിക്കൊരു വ്യക്തമായിട്ടൊരു ധാരണ ദൈവം തന്നു. അപ്പൊ ചേർന്ന് ഈ പള്ളികളിലും വിശുദ്ധന്മാരോട് പ്രാർത്ഥിക്കുന്ന ഇതൊക്കെ ഉണ്ടല്ലോ, പക്ഷെ ദൈവം തന്നെ എന്നെ ഓരോ കാര്യത്തിലും മാറ്റി മാറ്റി കൊണ്ടുവന്നു. എനിക്ക് പറഞ്ഞുതരാനല്ലോ. അപ്പൊ ഞാനിങ്ങനെ കൂടുതലും മറ്റുള്ള പ്രാർത്ഥനകൾക്കായിട്ട് സമയം ചെലവഴിക്കുമ്പോൾ എനിക്ക് യേശുവിനോട് സംസാരിക്കാനുള്ള സമയം കുറയുന്ന പോലൊരു ഫീലായി. അങ്ങനെ ദൈവം തന്നെ എന്നെ എല്ലാത്തിൽ നിന്നും മാറ്റി മാറ്റി കർത്താവുമായിട്ട് മാത്രം ഒരു ബന്ധത്തിലോട്ട് ദൈവം എന്നെ കൊണ്ടുപോയി. പക്ഷെ ഞാൻ പോകുന്നൊക്കെ ഈ പള്ളികളിൽ തന്നെ, ഓർത്തഡോക്സ് പള്ളിയിലെ, കത്തോലിക്ക പള്ളിയിലെ, നാട്ടിലൊക്കെ. അപ്പൊ നാട്ടുകാരും ഒക്കെ എല്ലാവർക്കും അറിയാം എന്റെ വിശ്വാസം ഇതാ. അപ്പൊ നാട്ടിൽ വരുമ്പോഴൊക്കെ ഇവരൊക്കെ ആൾക്കാരൊക്കെ എന്നോട് ഹാഷായിട്ട് ചോദിക്കും, നീ ഇനി അമ്പലത്തിൽ പോകത്തില്ലേ, എന്താ ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ ചോദിക്കാറുണ്ട്. അന്നൊക്കെ ഞാൻ ശക്തമായിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞു നിന്നിട്ടുണ്ട് എല്ലാരോടും. അങ്ങനെ കോളേജിൽ അന്ന് എന്റെ സീനിയേഴ്സ് ഒക്കെ പറയുമായിരുന്നു, നിന്റെ ഫ്യൂച്ചർ എന്താവും ഞങ്ങളോടൊന്ന് പറയണേ, കാരണം നീ അമ്പലങ്ങളിൽ പള്ളികളിലെല്ലാം പോകുന്നു, അമ്പലത്തിലൊന്നും പോകുന്നില്ല, പക്ഷെ നീ ഹിന്ദുവാ എന്ന് പറഞ്ഞിട്ട് ഇവരൊക്കെ പറയാറുണ്ട്. എനിവേ അങ്ങനെ കോളേജിലൊക്കെ ദൈവം എന്നെ അനുഗ്രഹമായിട്ട് നടത്തി. ഞാൻ ഒരു ആവറേജ് മാത്രമായിരുന്നു, പക്ഷെ എൻ്റെ ദൈവം എന്നെ അത്ഭുതകരമായിട്ട് ഒരു ഹയസ്റ്റ് ലെവലില് ഉയർന്ന മാർക്കോടെ, ഉയർന്ന വിജയം, ഒരു ഹയസ്റ്റ് ലെവലിൽ ദൈവം എന്നെ കൊണ്ടെത്തിച്ചു. ഞാൻ തന്നെ ഇപ്പൊ ഓർക്കുമ്പോ എനിക്ക് അത്ഭുതമാ. അങ്ങനെ ദൈവം എന്നെ നടത്തി. അപ്പൊ ഓരോ പരീക്ഷ കഴിയുമ്പോഴും ഓരോ റിസൾട്ട്സ് ഒക്കെ വരുമ്പോഴും എനിക്ക് അത്ഭുതമാ. കാരണം എനിക്കെല്ലാം ഹയസ്റ്റ് മാർക്സ് ദൈവം തരുന്നത്, ഉന്നത വിജയം തന്ന ദൈവം എന്നെ അവിടെ വഴി നടത്തി. അങ്ങനെ പഠിച്ചു. അങ്ങനെ പഠിച്ച് നാട്ടിലൊക്കെ എത്തിയ സമയത്ത് എൻ്റെ അപ്പ നാട്ടിലൊക്കെ വന്നു. അപ്പായ്ക്കാണെങ്കിൽ എന്നെ വേഗം വിവാഹമൊക്കെ കഴിപ്പിച്ചു വിടണമെന്നായിരുന്നു ആഗ്രഹം. അങ്ങനെ ഞങ്ങൾക്ക് അറിയാവുന്ന ഒരു കുടുംബത്തിൽ നിന്ന് തന്നെ എനിക്ക് വിവാഹാലോചന വന്നു. അപ്പൊ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, എനിക്കിങ്ങനെയാണ് വിശ്വാസം, എനിക്ക് അമ്പലത്തിലൊന്നും പോകാൻ വലിയ താല്പര്യമില്ല, ഞാൻ യേശുവിലാണ് വിശ്വസിക്കുന്നത്.
അപ്പം നമുക്കറിയാവുന്ന ആളാണ്. അപ്പം പറഞ്ഞു ഓക്കെ, കുഴപ്പമൊന്നുമില്ല, ഞാൻ നിന്നെ പള്ളിയിലൊക്കെ വിടാം എന്നൊരു ഇതില് നമ്മള് കല്യാണമൊക്കെ കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞു. അപ്പൊ അദ്ദേഹം എന്നെ പള്ളിയിലൊക്കെ കൊണ്ടുവിടും, ചർച്ചിലൊക്കെ കൊണ്ടുവിടും. പക്ഷെ ഒരുപാട് പ്രശ്നങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലൂടെ കടന്നുപോയി. കാരണം ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ സമയം അദ്ദേഹം എന്റെ ഹസ്ബൻഡ് വീടൊക്കെ വെച്ചു. അവിടെയും പല പല സാമ്പത്തിക ബുദ്ധിമുട്ടുകളും. എന്റെ അപ്പ നാട്ടിലെ ജോലിയെല്ലാം കളഞ്ഞിട്ട് അപ്പ നാട്ടിൽ വന്നു. എന്റെ അനിയത്തിക്ക് ഒരു കോഴ്സിന് പോകാനുള്ള സമയം. അപ്പം വീട്ടിലും അനേക പ്രശ്നങ്ങൾ നടക്കുക, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ. എന്റെ ഹസ്ബൻഡിന്റെ ഇവിടെ നമ്മൾ വന്നപ്പോഴാണെങ്കിലും ഹസ്ബൻഡിനും വലിയ നല്ല ജോലിയൊന്നും ഇല്ല. വീട്ടിലും പ്രയാസങ്ങളുണ്ട്. എനിക്കാണെങ്കിൽ ഒരു തരത്തിലൊട്ട് ജോലി ഒട്ട് കിട്ടുന്നുമില്ല. ഞാൻ കുറെ സൗദിയുടെ ഇന്റർവ്യൂവിനൊക്കെ പോയി, എനിക്കൊരു ജോലിയും കിട്ടുന്നില്ല. അപ്പൊ ഞാനിങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്, പള്ളികളിലൊക്കെ പോകുന്നുണ്ട്. പക്ഷെ ഞാൻ ഒരു ഭയങ്കരമായിട്ട്, കാരണം ജീവിതത്തിൽ പ്രശ്നങ്ങൾ കൂടി 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 വന്നപ്പോ എന്തായി തീരും, ഭാവി എന്തായി തീരും ദൈവമേ, എല്ലാം അങ്ങനെ വളരെ വളരെ പ്രതിസന്ധികൾ വന്നു. അപ്പൊ എന്റെ നാട്ടുകാരും എന്റെ ബന്ധുക്കാരും എല്ലാരും കൂടെ ഒരു കൺക്ലൂഷനിലെത്തി, ഇവർക്ക് ഇവിടെ ലൈഫ് ഇങ്ങനെ ആയി പോയത് ഇവിടെ യേശുവിന്റെ പുറകെ പോയിട്ടാ. കാരണം എല്ലാവർക്കും അറിയാമല്ലോ, അപ്പൊ ഇതുവരെ ഭാഗവതമൊക്കെ അത്രയും നാളും വായിച്ചുകൊണ്ട് നടന്ന പെൺകൊച്ചു പെട്ടെന്ന് യേശുവിന്റെ പുറകെ പോയിട്ടാണ് ഇവരുടെ ലൈഫ് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ആ ഒരു കൺക്ലൂഷനിലെത്തി. അപ്പം നമ്മുടെ കൃപയാൽ ഒരിക്കൽ പോലും ഞാൻ അതിലൊരിക്കലും എൻ്റെ യേശുവിനെ വിശ്വസിച്ച് എനിക്ക് ഒരിക്കൽ പോലും എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ഇത് തോന്നിയിട്ടില്ല. കാരണം എൻ്റെ ദൈവം നടത്താൻ ശക്തനാണെന്ന് എനിക്ക് ഒരു ഉറപ്പുണ്ടായിരുന്നു. ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഉറപ്പ് എനിക്കുണ്ടായിരുന്നു. പ്രയാസങ്ങളിലൂടെ ഒക്കെ കടന്നുപോയി. പക്ഷെ പല സമയത്തും ഞാൻ പറഞ്ഞില്ലേ, അറിയാതെ തന്നെ കർത്താവിൽ നിന്ന് പ്രാർത്ഥന കുറഞ്ഞു, ജീവിതത്തിൽ പ്രാർത്ഥനയൊക്കെ കുറഞ്ഞു. അങ്ങനെ പ്രതിസന്ധികൾ കൂടി, വീട്ടുകാർ തമ്മിൽ, ഞാൻ പറഞ്ഞില്ലേ, ഓരോ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ എന്നെ പഠിപ്പിച്ചത് വെറുതെയായി, ഒരു പ്രയോജനം എന്നെ കൊണ്ടില്ല. ആരും നോക്കിയിട്ട് ഒരു പ്രയോജനമില്ല. എൻ്റെ വീട്ടുകാർക്കും ഇല്ല, ഹസ്ബൻഡിന്റെ വീട്ടുകാർക്കും പ്രയോജനമില്ല, എനിക്കും എന്നെ കൊണ്ടൊരു കാര്യവും ഇല്ല എന്നൊരു ഇതെത്തിയപ്പോ ഞാൻ ഓർത്ത്, കർത്താവ് പഠിച്ചതും എല്ലാം വെറുതെ ആയി, ഇനിയിപ്പം ജീവിതം എന്തായി തീരും. അങ്ങനെ വീട്ടുകാർ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം കൂടിയപ്പോ ഞാനൊരു തീരുമാനം എടുത്തു, ഇനി എനിക്ക് ജീവിക്കണ്ട. അങ്ങനെ ഒരു തീരുമാനത്തിലോട്ട് ഞാനങ്ങ് എത്തി. ആ സമയത്ത് ഞാനൊരു കോളേജിൽ ട്യൂട്ടറായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. കാരണം എനിക്ക് ജോലിയൊന്നും കിട്ടുന്നുമില്ല. അങ്ങനെ ഞാൻ ജീവിതം മതി എന്നുള്ള രീതിയിൽ എല്ലാ പ്രിപ്പറേഷൻസും ചെയ്തു. റെഡി ആയിട്ടൊക്കെ ഇരുന്നപ്പം പെട്ടെന്ന് യേശു കർത്താവിന്റെ ഒരു രൂപ എൻ്റെ ഉള്ളിലോട്ട് വന്നു കേട്ടോ. ലോകസ്ഥാപനത്തിന് മുന്നേ എന്നെ കണ്ട ദൈവം ആ ഒരു മഹാപാതകം ചെയ്യാൻ എന്നെ അനുവദിച്ചില്ല. ഞാൻ ഓർത്തു, അന്ന് ഞാൻ മരിച്ചു വരുന്നെങ്കിൽ ഇപ്പൊ നിത്യനരകാഗ്നി കിടന്ന് അലറി വിളിക്കുന്ന ഞാൻ, എന്റെ ദൈവം അതെന്നെ ചെയ്യാൻ സമ്മതിച്ചില്ല. എന്റെ കർത്താവിന്റെ കരുണ ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ അത് ചെയ്യാതിരുന്നത്. അങ്ങനെ ദൈവം എന്നെ വീണ്ടും ജീവിതത്തിലേക്ക് ദൈവം തിരിച്ചു കൊണ്ടുവന്നു. അന്ന് അവിടുത്തെ കരുണ അല്ലാതെ എനിക്കൊന്നും പറയാനില്ല. പിന്നെ ഞാൻ അവിടെ ആ സമയത്ത് ഞാൻ പ്രഗ്നന്റ് ആയി. അന്ന് എനിക്കൊരു ഹോളി ക്രോസ് ഹോസ്പിറ്റലില് അവിടുത്തെ ട്യൂട്ടറായിട്ട് എനിക്ക് ജോലി ലഭിച്ചു. അപ്പം അവിടെ എനിക്ക് പോയത് വലിയ അനുഗ്രഹമായിരുന്നു. കാരണം അവിടെ ഒരു ശാന്തമായ അന്തരീക്ഷമുണ്ട്, അവിടെ ഒരു ചാപ്പലുണ്ട്. അപ്പം അവിടെ പോയിരുന്ന് എനിക്ക് കുറേ നേരമൊക്കെ എനിക്ക് ധ്യാനിക്കാനും ദൈവത്തോട് പ്രാർത്ഥിക്കാനും ഒക്കെ ഒരു അവസരം കിട്ടി. എൻ്റെ ആ പ്രഗ്നൻസിയിലൊക്കെ എനിക്ക് ഭയങ്കര കാമാൻക്കായിട്ടൊരു സമയം ദൈവം എനിക്ക് തന്നു കേട്ടോ. കൂടുതൽ പ്രാർത്ഥിക്കാനൊക്കെ ദൈവത്തോട് ചേർന്നിരിപ്പാനും ഒക്കെ അത് സാധിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും വീണ്ടും കുഞ്ഞുണ്ടായി. ദൈവം എനിക്ക് ഉജ്വലിനെ ദാനമായിട്ട് തന്നു. അപ്പൊ ഈ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലാവുന്ന സമയത്ത് വീണ്ടും ഈ ട്രബിൾസ് എല്ലാം അതേപോലെ നമുക്ക് ഉണ്ടല്ലോ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും എല്ലാം ഉണ്ട്. അപ്പം കാണുന്നവരും ബന്ധുക്കാരും ഒക്കെ എല്ലാവരും ബന്ധുക്കാരും നാട്ടുകാരും ഒക്കെ കാണാൻ വരുമ്പോ എല്ലാവരും ഈ കൊച്ചിനെ പഠിപ്പിച്ച എന്തിനാ എന്നൊക്കെ ഒരു ഇത് വരുമ്പോ എല്ലാവരും വീട്ടിലാണെങ്കിലും അവർക്കും ഒരു ബുദ്ധിമുട്ടാണ്, നമുക്കും അങ്ങ് പ്രയാസം. ഞാൻ എൻ്റെ പ്രസവിച്ച് ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ആ ദിവസങ്ങളൊന്നും ഞാൻ കരയാതെ ഒരു ദിവസം പോലും ഇരുന്നിട്ടില്ല. പക്ഷെ അതൊക്കെ എൻ്റെ ആ കരച്ചില്, കരഞ്ഞ് നിലവിളിച്ച് യേശുവിനോട് പ്രാർത്ഥിക്കാനും എനിക്ക് പറ്റുന്നില്ല. പക്ഷെ എൻ്റെ കർത്താവിന്റെ സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. നിന്റെ കഷ്ടതയിൽ നിന്നെ വിട്ടിട്ട് പോകുന്ന ഒരു ദൈവത്തെ നല്ല കർത്താവ്. കാരണം എൻ്റെ ആ നെടുവീർപ്പുകൾ പോലും എൻ്റെ കർത്താവിന്റെ സന്നിധിയിൽ അന്നൊരു പ്രാർത്ഥനയായിരുന്നു. അന്നയോടെ എൻ്റെ ദൈവത്തിന്റെ സ്തോത്രം ചെയ്യുന്നു. എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവുകയില്ല.
അതിനുശേഷം വേറൊരു സംഭവം ആ സമയത്ത് നടന്നത് എന്തെന്ന് വെച്ചാല് എന്റെ മോന് 45 ദിവസം പ്രായമുള്ളപ്പോഴ് ഇവന്റെ ഹാർട്ടിന് ഇവന് വാക്സിൻ എടുത്തതിന് ശേഷം ഇവനൊരു പനി വന്നു. ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇവന്റെ ഹാർട്ടിന് 2 അബ്നോർമൽ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇവന്റെ ഹാർട്ടിന് എന്തോ കുഴപ്പമുണ്ട്. എന്തായാലും ഉടനെ സ്കാൻ ചെയ്യണം. അപ്പം ഇതൊന്നും എനിക്ക് ആരോടും പറയാനുള്ളൊരു ധൈര്യം പോലും ആ സമയത്തില്ല. കാരണം എന്ത് പ്രശ്നങ്ങൾ വരുന്നതെല്ലാം ഞാന് യേശുവിന്റെ പുറകെ പോയിട്ടാണ് എന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോഴും ഞാന് കർത്താവിനോട് ഞാനും അമ്മയും മാത്രം ഇരുന്നിട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ ഈ വീണ്ടും കുഞ്ഞിനെ കൊണ്ട് സ്കാൻ ചെയ്യാൻ പോയി. അന്നൊക്കെ കരച്ചില് മാത്രമേ ഉള്ളൂ. ദൈവത്തോട് യേശുപ്പാന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്താണ് എന്റെ അപേക്ഷ എന്താന്ന് പോലും എനിക്ക് പറയാനുള്ള ശക്തി ആ സമയത്തില്ല. അപ്പൊ ഒരു ബലഹീനമായിട്ടുള്ള അവസ്ഥയിലായിരുന്നു. പക്ഷെ സ്കാൻ ചെയ്തപ്പോഴത്തേന് കൊച്ചിന് ഹാർട്ടിന് ഒരു കുഴപ്പമില്ല. കംപ്ലീറ്റ്ലി നോർമൽ ആയിട്ടൊരു ഹാർട്ടാണെന്ന്. അതൊക്കെ ഞാൻ ഓർക്കും. എന്റെ ദൈവത്തിന്റെ വലിയ കൃപയാണ്. കൃപയാല് ഒരു കുഴപ്പമില്ലെന്ന് അറിയാനായിട്ടായി. അങ്ങനെ എനിക്ക് 80 ദിവസം അവന് 80 ദിവസം പ്രായമുള്ളപ്പോൾ എനിക്ക് സൗദിയിൽ ഒരു ജോലി ലഭിച്ചു. അങ്ങനെ ജോലിയോടുള്ള ബന്ധത്തിൽ ആ ദേശത്ത് കടന്നുപോയി. പക്ഷെ അന്നേരം കുഞ്ഞിന് 6 മാസമായി. അപ്പം ഇവനെ ഇട്ടിട്ടാണ് പോകുന്നത്. കുഞ്ഞിനെ ഇട്ടിട്ടാ പോകുന്നത്. അപ്പൊ അതൊരു വലിയൊരു വിഷമത്തിലാണ് കടന്നു പോകുന്നതെങ്കിലും നമുക്ക് ജോലിയായിരുന്നു അന്ന് ഭയങ്കര ഒരു പ്രയോറിറ്റി ആയിട്ട് നിന്നെ. പക്ഷെ അന്നൊക്കെ ഞാന് അവിടെ ചെന്നിട്ട് ബെഡിൽ കിടന്നിട്ട് രാത്രി കൊച്ചിനെ കിടന്ന് തപ്പും. അപ്പൊ എന്റെ കൂട്ടത്തിലുള്ള റൂമിലുള്ള പിള്ളേര് പറഞ്ഞു ഇവക്ക് ഭ്രാന്താണെന്ന് തോന്നുന്നു. കാരണം ഈ കൊച്ചിനെ ഇട്ട് തപ്പല. പക്ഷെ അന്നൊക്കെ എനിക്ക് എങ്ങനെയെങ്കിലും കുഞ്ഞിന്റെ കൂടെ നിൽക്കാനുള്ള പ്രാർത്ഥന ആഗ്രഹമൊക്കെ ആയിരുന്നു. അപ്പം വീണ്ടും ഞാൻ ഒറ്റയ്ക്കായി. അപ്പം വീണ്ടും കൂടുതൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനും കൂടുതൽ ദൈവത്തോട് വീണ്ടും പ്രാർത്ഥിക്കാനൊക്കെ അവസരം ഉണ്ടായി. അവിടെ ഇങ്ങനെ സൗദി അറേബ്യ ആണെങ്കിൽ അവിടെ ചെറിയ പെന്തക്കോസ്റ്റൽ ചർച്ച് പ്രേയേഴ്സ് ഒക്കെ നടക്കാറുണ്ട്. അപ്പൊ ഞാൻ അവിടെയൊക്കെ പോകും. അവിടെയൊക്കെ അന്ന് നമ്മുടെ വിശ്വാസം ഇങ്ങനെയല്ല. പക്ഷെ ആകെ ഈ ഒരു പ്രാർത്ഥനയാണ് നമുക്കിത്. അപ്പൊ ഞാൻ പെന്തക്കോസ്റ്റൽ ചർച്ചിലൊക്കെ പോയിട്ട് പ്രാർത്ഥിക്കും, ദൈവത്തെ ആരാധിക്കും. ആ സമയത്തൊക്കെ കർത്താവിന് സമർപ്പിക്കാൻ ആഗ്രഹമുള്ളവരുണ്ടോന്നൊക്കെ പറയുമ്പോൾ ഞാൻ കൈ പൊക്കി. അന്നൊന്നും എനിക്ക് അറിയത്തില്ല എന്താണെന്ന്. പക്ഷെ ഞാൻ അങ്ങനെ ദൈവത്തോട് കൂടുതൽ പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി. ദൈവം അങ്ങനെ അവസരമൊക്കെ എനിക്ക് അവിടെ വെച്ച് തന്നിട്ടുണ്ട്. അപ്പം എന്റെ ഹസ്ബൻഡിനും അവിടെ സൗദി അറേബ്യയിൽ ഒരു ജോലി കിട്ടി. ഹസ്ബൻഡ് വേറൊരു സ്ഥലത്ത് വന്നു. പക്ഷെ ഹസ്ബൻഡിന് നടുവിന് വേദനയായിട്ട് ഹസ്ബൻഡ് ഇങ്ങനെ തിരിച്ചു പോരേണ്ടി വന്നു. അങ്ങനെ പിന്നെ അമ്മയും കൊച്ചിനെയും കൂടെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് ഒരു പ്ലാനിൽ നമ്മൾ എത്തി. പക്ഷെ ആ സമയത്ത് എനിക്ക് നാട്ടിലൊരു ഗവൺമെന്റ് ജോലി കിട്ടി. അപ്പൊ ആ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് ഞാൻ നാട്ടിൽ വന്നപ്പം അമ്മയ്ക്ക് ബ്രസ്റ്റിൽ ഒരു തടുപ്പുണ്ടെന്ന് അമ്മ പറഞ്ഞു. അങ്ങനെ കൊണ്ടുപോയി കാണിച്ചപ്പോൾ അത് ക്യാൻസർ ആണെന്ന് ഡയഗ്നോസ് ചെയ്തു. അങ്ങനെ പിന്നെ അമ്മയ്ക്ക് അത് ദൈവത്തിന്റെ ഒരു പദ്ധതിയാണ്. ഞാൻ ആ സമയത്ത് നാട്ടിൽ വന്നില്ലായിരുന്നുവെങ്കിൽ അമ്മ ഇത് പറയേയില്ലായിരുന്നു, അറിയത്തുമില്ലായിരുന്നു. പക്ഷെ തക്ക സമയത്ത് ദൈവത്തിന് ഓരോത്തിനും ഓരോ കാരണമുണ്ടല്ലോ. ദൈവം ആ തക്ക സമയത്ത് കൊണ്ടുവന്നുകൊണ്ട് അമ്മയ്ക്ക് പെട്ടെന്ന് തന്നെ ദൈവത്തിന്റെ കൃപയാല് ഇന്നും എൻ്റെ അമ്മ ആരോഗ്യത്തോടെ ഇപ്പം 12 വർഷമാകുന്നു. 12 വർഷമാകുന്നു. ദൈവം ആരോഗ്യത്തോടെ എൻ്റെ അമ്മയെ നിർത്തിയിരിക്കുന്നു. അങ്ങനെ അമ്മയുടെ ട്രീറ്റ്മെന്റ് ഒക്കെ അങ്ങനെ തുടങ്ങി. അതെല്ലാം അനുഗ്രഹമാക്കി ദൈവം തീർത്തു. ആ സമയത്തൊക്കെ എൻ്റെ ഒരു കൂടെയുള്ള ഒരു ചേച്ചി പറയായിരുന്നു, ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി, ജീസസ് ബ്ലഡ് ഹീൽസ് മൈ മോം എന്ന്. അങ്ങനെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. എൻ്റെ യേശുവിന്റെ രക്തം എൻ്റെ അമ്മയ്ക്ക് സൗഖ്യം കൊടുത്തു. അങ്ങനെ ഞാന് ഇവിടെ അമ്മയുടെ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞു. ഇപ്പൊ 2 വർഷമായി കഴിഞ്ഞപ്പോ എനിക്ക് കുഞ്ഞിന്റെ കൂടെ നിൽക്കാൻ പറ്റുന്നില്ല. അവന് 2.5 വർഷമാവുന്നു. അപ്പൊ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു വേറൊരു കൺട്രിയിൽ അബുദാബിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ഫാമിലി വിസ കിട്ടും. അപ്പൊ കൊച്ചിനെ ഹസ്ബൻഡിനെ കൊണ്ടുപോകാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഈ എക്സാമിന് വേണ്ടിയിട്ട് അന്ന് പഠിച്ചു. പറ്റുന്ന അത്രയൊക്കെ ഡ്യൂട്ടി കഴിഞ്ഞു വന്ന് പറ്റുന്ന അത്രയൊക്കെ പഠിച്ചു. എന്നിട്ട് ലീവിന് വന്നപ്പോഴത്തേനും ഞാൻ പോയി എക്സാം എഴുതി. എക്സാമിന് വേണ്ടി പോയി. ബാംഗ്ലൂരാണ് വന്നേ. അപ്പൊ ബാംഗ്ലൂർ വന്നപ്പോ എക്സാം സെന്ററിൽ കയറുന്നതിന് മുന്നേ അവർ പറഞ്ഞു ഈ ഹാദ് എക്സാം എന്നതിന്റെ പേര് സാധാരണ ആരും പാസ്സാവുന്നില്ല. 3 മാസമായിട്ട് ഇവിടെ ആരും പാസ്സാവുന്നില്ല. ഇപ്പൊ ഭയങ്കര ടഫാക്കി അവർ വെച്ചേക്കുക. 98% എന്തോ മാർക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് അത്രയൊന്നും നമ്മളൊരു പ്രിപ്പറേഷനും ചെയ്തിട്ടില്ല. അപ്പൊ ഞാനിങ്ങനെ കേറിയിട്ട് ദൈവത്തോട് സ്തോത്രം പറഞ്ഞു ഓരോ ആൻസറുകളും ഒക്കെ എഴുതിയേ. എന്നിട്ട് റിസൾട്ട് വന്നപ്പോഴത്തേനും ഫ്രണ്ടിൽ വന്നപ്പോ റിസൾട്ട് വന്നപ്പോ അവര് പറഞ്ഞു 3 മാസം കഴിഞ്ഞ് ഇവിടെ ഫസ്റ്റ് ആള് നീയാ പാസ്സാവുന്നതെന്ന് പറഞ്ഞിട്ട് ദൈവത്തിന് സ്തോത്രം. എന്റെ കഴിവല്ല, അവിടുത്തെ കൃപയാല് കർത്താവിന് എന്നെ അവിടെ കൊണ്ടുപോകാനൊക്കെ ഓരോ പദ്ധതി ഉണ്ടായിരുന്നു. അങ്ങനെ എന്റെ കുഞ്ഞുമായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പം പിന്നെ എനിക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല. എനിക്ക് അവിടെ അബുദാബിയിൽ ആരുമില്ല, സഹായിപ്പാൻ ആരുമില്ല. എക്സാം ജയിച്ചു, ഇനി എന്നാ ചെയ്യേണ്ടതെന്നൊന്നും അറിയത്തില്ല. അങ്ങനെ ഞാന്
ഇങ്ങനെ അവിടെ പോയിട്ട് പല സൈറ്റിൽ കൂടൊക്കെ ഇങ്ങനെ അപ്ലൈ ചെയ്തു. അപ്പം ദൈവം എനിക്ക് അവിടെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ജോലി, എനിക്കൊരു ഓഫർ കിട്ടി. അപ്പൊ അവര് അത്യാവശ്യം നല്ലൊരു ഓഫറൊക്കെയാ. അപ്പൊ എനിക്ക് ഈ ഇത് വെച്ചിട്ട് ഹസ്ബൻഡിനെ കുഞ്ഞിനെ കൊണ്ടുപോകാൻ പറ്റും. ആ ഒരു രീതിയിൽ ഞാൻ ഇവിടെ നാട്ടിൽ വന്നിട്ട് ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ജോലിക്ക് വേണ്ടിയിട്ട് പോയി. പക്ഷെ ഇവർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ റമദാൻ ടൈം ആയിരുന്നു. റമദാൻ ടൈം ആകുമ്പോൾ ഇവർ പറഞ്ഞു, പേപ്പേഴ്സ് ഒക്കെ നിന്റെ രജിസ്ട്രേഷൻ ഒക്കെ ആവാൻ സമയം എടുക്കും, പക്ഷെ നീ ഇപ്പം കയറി വന്നാൽ പെട്ടെന്ന് നമുക്കെല്ലാം സ്റ്റാർട്ട് ആക്കാന്ന് പറഞ്ഞു. അങ്ങനെ അപ്പൊ വീട്ടിലും ഹസ്ബൻഡും ആർക്കും താല്പര്യമില്ല. കാരണം ഒരു ഗവൺമെന്റ് ജോലി കളഞ്ഞിട്ട് ഈ പ്രൈവറ്റിൽ വേറൊരു രാജ്യത്ത് പോകണം. പക്ഷെ എനിക്ക് ദൈവം ഈ എക്സാം ഒന്നും എന്നെ പാസ്സാക്കത്തില്ല, ദൈവത്തിന്റെ ഒരു പ്ലാൻ ആണ്, എനിക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ ഒരു ഡിസിഷൻ എടുത്തിട്ട് ഞാൻ പോയപ്പോ അവരെന്റെ രജിസ്ട്രേഷൻ ഒന്നും ചെയ്തിട്ടില്ല. ഞാനൊരു പേഷ്യന്റ് എയ്ഡന്റെ സാലറിയിൽ ജോലി ചെയ്യണം. അപ്പൊ എനിക്ക് ഭയങ്കര ശമ്പളം കുറവാ. അതിന്റെ കൂട്ടത്തില് രജിസ്ട്രേഷനും നടന്നിട്ടില്ല. പിന്നെ അവിടെ ചെന്നപ്പം വേറൊരു കാര്യം, എനിക്ക് അത്യാവശ്യം നല്ലൊരു ഓഫറാണ് എന്റെ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഇവര് പറഞ്ഞേ. പക്ഷെ അവിടെ ചെന്നപ്പോ അവര് പറഞ്ഞു, ഇതിന്റെ രജിസ്ട്രേഷൻ കിട്ടിയാൽ അത്രയും സാലറി ഇല്ല, കാരണം അവരുടെ അത്രയും സാലറി ഒന്നും കൊടുക്കുന്നില്ല. വളരെ ഇച്ചിരി കൂടെ കുറച്ചുകൂടെ 2000 അതിൽ കൂടുതൽ സാലറി കുറവാ പറഞ്ഞേ. അപ്പൊ എനിക്ക് ആ സാലറി വെച്ച് എന്റെ ഫാമിലി കൊണ്ടുവരാനും പറ്റത്തില്ല. അപ്പൊ എല്ലാം കൂടെ നമ്മളങ്ങ് ആകെ ഡിപ്രഷനിലോട്ടായി പോയി. കർത്താവേ, ഇനി എന്നാ ചെയ്യും? കാരണം ഒന്നാമത് ആരും പറഞ്ഞ ഇത് ചെയ്യാതാ വന്നേ. അതിന്റെ കൂട്ടത്തിൽ ശമ്പളവും ഇല്ല, എന്നാ നമ്മൾ ആഗ്രഹിച്ച കാര്യമായിട്ട് നടക്കത്തുമില്ല. അങ്ങനെ ഞാൻ എന്നും ദൈവത്തോട് കൂടുതൽ പ്രാർത്ഥിക്കും. അപ്പം ദൈവമൊക്കെ ആ സമയത്തൊക്കെ പള്ളിയിലൊക്കെ പോവും. അന്നേരമൊക്കെ ഞാനിങ്ങനെ ദൈവം എനിക്കൊരു ഉറപ്പ് തന്നു. ദൈവം എന്നെ സഹായിക്കും, ദൈവം എനിക്കൊരു വഴി ഒരുക്കുമെന്നൊരു ഉറപ്പ് എനിക്ക് തന്നു. അങ്ങനെ ഞാന് ആ ഒരു ധൈര്യത്തിൽ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് കുറെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ CV കൊടുക്കാൻ വേണ്ടി പോയി. പക്ഷെ ഇവരൊന്നും ഡയറക്റ്റ് CV അവർ അക്സെപ്റ്റ് ചെയ്യത്തില്ല. അപ്പൊ ഞങ്ങള് ചുമ്മാ ഇങ്ങനെ ഓരോരോ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി നടക്കുക. പക്ഷെ ആ സമയത്ത് ദൈവം എനിക്കൊരു വഴി ഒരുക്കിയത് ഞാൻ പറയാം. ഒരു ആന്റി, മറിയാമ്മ ആന്റിയാണ്. ആ സമയത്ത് ലിഫ്റ്റിന്റെ സൈഡിൽ കൂടെ ഞാൻ നിങ്ങളെ ലിഫ്റ്റിന്റെ അടുത്തോട്ട് വരുന്നപ്പോഴത്തേന് ലിഫ്റ്റിന്റെ അവിടെ കൂടെ പാസ് ചെയ്യുക. അപ്പം നമുക്ക് തോന്നി ഒരു നഴ്സ് സൂപ്പർവൈസർ ആണെന്നൊരു തോന്നിയിട്ട് ഞങ്ങൾ പെട്ടെന്ന് ഈ CV കൊണ്ടുപോയി ഞാൻ കൊടുത്തിട്ട് പറഞ്ഞു, ഞങ്ങളുടെ ഈ CV ഒന്ന് കൊടുക്കാമോ എന്ന് പറഞ്ഞു കൊടുത്തു കേട്ടോ. അപ്പം മറിയാമ്മ ആന്റി ആണെങ്കിൽ പെട്ടെന്ന് തന്നെ CV മേടിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ വിഷമിക്കണ്ട, ഞാനിത് എവിടെ എത്തിക്കേണ്ടടുത്ത് എത്തിച്ചേക്കാന്ന് പറഞ്ഞു. അപ്പൊ ദൈവം ഓരോ അവസരം ഒരുക്കുന്നതാണ്. അപ്പം ഈ ആന്റി ആണെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്തടുത്തോട്ട് പോവുക. ടാക്സിയിൽ പോകുന്ന സമയത്ത് എന്റെ CV നോക്കിയിട്ട് ഫോൺ നമ്പർ എടുത്തിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വേറൊരിടത്ത് എനിക്ക് ഡയാലിസിസ് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു എക്സ്പീരിയൻസ്. അപ്പം വേറൊരു ഹോസ്പിറ്റലിൽ ഇന്റർവ്യൂ നടക്കുന്നുണ്ട്. അപ്പൊ അതേ സമയം തന്നെ പുള്ളിക്കാരി അത് HR കൊണ്ടുപോയി കൊടുത്തു. അപ്പൊ HR ആൾക്കാരാ പറഞ്ഞ വേറൊരിടത്ത് ഇന്റർവ്യൂ നടക്കുന്നുണ്ട്, അതിനോട് അവിടെ കൊണ്ടുപോയി കൊടുക്കാൻ പറയാൻ പറഞ്ഞു. അപ്പം ഭയങ്കര ചൂട് സമയം. അപ്പൊ ഞാനും ഇവിടും കൂടെ പിന്നെ ഞങ്ങള് അവിടെ കൊണ്ടുപോയിട്ട് CV കൊണ്ടുപോയി കൊടുത്തു. അപ്പൊ അന്ന് ഞാൻ കരഞ്ഞോണ്ടാ സത്യം പറഞ്ഞാ പോകുന്നേ. കാരണം ഞാൻ ഈ ഒറ്റയ്ക്ക് പോകുന്നോണ്ട് എന്റെ വീട്ടിലും ഹസ്ബൻഡിനും ഒക്കെ പേടിയും ടെൻഷനും ഒക്കെയാ. പക്ഷെ ഞാനന്ന് ദൈവത്തിലുള്ള ആ ഒരു ധൈര്യത്തിൽ ആശ്രയത്തിൽ അങ്ങ് പോവുക. അന്ന് ആ ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ അവിടെ എത്തിയപ്പോഴ് അവിടെ ഒരു ഗവൺമെന്റ് ജോലി ആ സമയത്ത് കിട്ടുമെന്ന് പറഞ്ഞാൽ ഭയങ്കര പാടുള്ളൊരു കാര്യമാണ്. ഭയങ്കര പാടാ. കാരണം എന്റെ ആ ഫ്രണ്ട്, അവൾ അത്രയും വർഷം പിന്നീട് ഈ ഹോസ്പിറ്റലിൽ ഈ പ്രൈവറ്റിൽ തന്നെ ജോലി ചെയ്തത്. കാരണം അവിടെ ചെന്നപ്പോഴത്തേക്കിന് ദൈവം ഇവരെ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ റെഡി ആണെങ്കിൽ റിട്ടേൺ എക്സാം ഇപ്പം തന്നെ എഴുതിക്കോളാൻ പറഞ്ഞു. കാരണം ഓൾറെഡി അവരുടെ റിട്ടേൺ എക്സാം എല്ലാം കഴിഞ്ഞിട്ട് അവർ ഓറൽ എക്സാമിന് വേണ്ടിയിട്ട് ആൾക്കാരെ ഇങ്ങനെ വെയിറ്റിംഗ് ഡേറ്റിൽ ഇരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ല. അപ്പം പുള്ളിക്കാരി പറഞ്ഞു, നീ ഓറൽ എക്സാമിന്റെ അന്ന് തന്നെ വന്ന് റിട്ടേൺ എക്സാമോടെ 1 hour മുന്നേ വന്ന് എഴുതിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് 100% ഉറപ്പായി ദൈവം എനിക്ക് ഒരുക്കിയ വഴിയാ. കാരണം എന്റെ കഷ്ടത കണ്ട് എന്നോട് ദൈവത്തിന് കരുണ തോന്നി, ദൈവം ഒരുക്കിയ വഴിയാന്ന് എനിക്ക് 100% ഉറപ്പാ. എന്നിട്ട് ഞാനെല്ലാം ഒരു ഇതൊക്കെ പ്രിപ്പയർ ആയിട്ട് ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് റെഡി ആയിട്ട് വന്നു. അപ്പൊ വന്നപ്പോ ആൾക്കാരെല്ലാം ഓറൽ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് ഇരിക്കുക. കാരണം ഇവരൊക്കെ 1 മാസം മുന്നേ അവരുടെ റിട്ടേൺ എക്സാം കഴിഞ്ഞിരിക്കുക. കാരണം നമ്മൾ ലാസ്റ്റ് മിനിറ്റിലാണ് അവിടെ എത്തിയത്. അപ്പൊ എക്സാമിന് കയറി റിട്ടേൺ എക്സാം കഴിഞ്ഞിട്ട് ഓറൽ ഇന്റർവ്യൂവിന് ഞാനും ആൾക്കാരൊക്കെ കൂടി ഇരുന്നിട്ട് ഇങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നു. അപ്പം എന്നെ വിളിച്ചിട്ട് HR പുള്ളിക്കാരി പേപ്പർ നോക്കി പുള്ളിക്കാരി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, രമ്യ, നീ പാസ്സായില്ല, പിന്നെ നിനക്ക് മാർക്ക് കുറവ്, അതുകൊണ്ട് നീ തിരിച്ചു പൊക്കോ.
നെക്സ്റ്റ് ഇനി ഒരു പ്രാവശ്യം കിട്ടിയില്ല 6 മാസം അത് കഴിയുമ്പോൾ ഇനി എന്തെങ്കിലും അവസരം വരുവാണെങ്കിൽ നിനക്ക് വീണ്ടും ഒന്ന് അപ്ലൈ ചെയ്യാം. അപ്പൊ എനിക്ക് ശരിക്കും അങ്ങ് അത്ഭുതമായിപ്പോയി. എക്സാം ഒരുവിധം എഴുതി, ഞാൻ നല്ലോണം എഴുതിയായിട്ട് എനിക്കൊരിതുണ്ട്. പിന്നെ അതിനേക്കാൾ ഉപരിയായിട്ട് ദൈവം എന്നെ ഈ ലാസ്റ്റ് മിനിറ്റ് ദൈവം എന്നെ കൊണ്ടുവന്ന് വന്നതാ. അപ്പൊ ഞാൻ പുള്ളിക്കാരിയോട് പറഞ്ഞു എന്റെ പേപ്പർ ഒന്നോടെ നോക്കും. അപ്പം പുള്ളിക്കാരൻ പറഞ്ഞു, ഇല്ല സോറി, നിനക്ക് ഒരു 50% പോലും മാർക്ക് ഇല്ല, അപ്പൊ എനിക്ക് നിന്നെ ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യിപ്പിക്കാൻ പറ്റത്തില്ല, പൊക്കോളാൻ പറഞ്ഞു. ഞാനിങ്ങനെ കരഞ്ഞോണ്ടെന്ന് പറഞ്ഞാല് ഭയങ്കര നിരാശയോടെ. കാരണം എനിക്ക് പ്രശ്നം എന്നാന്ന് പറഞ്ഞാൽ, കാരണം ഞാൻ നമ്മളീ പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ ശരിയെന്നും പറഞ്ഞ് എഴുതിയതാ. അപ്പൊ ഇതെല്ലാം തെറ്റാണെന്ന് പറയുന്നു. അപ്പൊ ഇനി ഒരു എക്സാം എഴുതിയാലും എനിക്ക് കിട്ടാൻ ഒരു ചാൻസും ഇല്ല. അപ്പം വളരെ നിരാശയോടെ ഞാൻ കരഞ്ഞോണ്ട് ഉം, ഇറങ്ങി ഇറങ്ങി അതുവഴി അവിടെ പോയി ബസ് സ്റ്റോപ്പിൽ നിൽക്കുക. അപ്പം എന്റെ കരച്ചിലൊക്കെ ഈ ദൈവത്തമ്പുരാൻ കണ്ടുകൊണ്ടിരിക്കുക. അവിടുന്ന് ഇല്ലേ, ഹാഗാറ് മരുഭൂമിയിൽ കരഞ്ഞപ്പോഴ് ദൈവം തമ്പുരാനെ അവളുടെ കുഞ്ഞിന് വേണ്ടിയിട്ട് നീരുറവ് തുറന്നതുപോലെ എന്റെ കർത്താവ് എനിക്ക് വേണ്ടി ഒരു വഴി ആ സമയത്ത് ഒരുക്കി. ഞാനിങ്ങനെ കരഞ്ഞോണ്ട് അപ്പൊ ആ സമയത്തൊക്കെ അമ്മ ഒരു പള്ളിയിൽ പോയിട്ട് പ്രാർത്ഥിക്കുന്നു. എന്റെ ഹസ്ബൻഡിനോടൊക്കെ വിളിച്ചു പറയാ, എനിക്ക് ജോലിയൊന്നും കിട്ടിയില്ല എന്നൊക്കെ ഇവർക്ക് എന്നെ ആശ്വസിപ്പിക്കുക. കാരണം അവർക്കറിയാം ഞാൻ എത്ര പ്രതീക്ഷയോടാ വന്നേന്ന്. അത് കഴിഞ്ഞിട്ട് ഞാൻ ബസ്സിൽ കയറാനുള്ള സമയമായപ്പോഴത്തേക്കിന് എങ്ങനാന്നൊന്നും അറിയത്തില്ല, ഇവരെന്റെ പേപ്പർ വീണ്ടും എടുത്തിട്ട് പുള്ളിക്കാരി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പുള്ളിക്കാരി നോക്കിയ ആൻസർ കീ തെറ്റാ, നീ ജയിച്ചിട്ടുണ്ട്, വേഗം തിരിച്ചു വരാൻ പറഞ്ഞു. അപ്പൊ എന്ന് വെച്ചാ കർത്താവിന്റെ ആ ഒരു വലിയ കരം എനിക്ക് വേണ്ടി പ്രവർത്തിച്ച് ഞാൻ ഓർക്കും, എങ്ങനെ ദൈവമേ ഒരു വീണ്ടും തിരിച്ചെടുത്തതെന്നൊക്കെ ഞാൻ ഇപ്പോഴും ചിന്തിക്കാറുണ്ട്. എന്റെ ദൈവത്തിന്റെ വലിയൊരു കരം എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു. ദൈവം എനിക്ക് അനുഗ്രഹമായിട്ട്. അപ്പൊ എനിക്ക് ഉറപ്പായി ദൈവത്തിന്റെ ആ വലിയ കരം. എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയി വീണ്ടും ഓറൽ ഇന്റർവ്യൂവിന് ചെല്ലാൻ വേണ്ടിയിട്ട്. അപ്പൊ അവിടെ ചെന്നപ്പോ അവരോട്, നിനക്ക് 90% എബോവ് മാർക്ക് ഉണ്ട്, നീ എന്തിനാ പോയെ? അപ്പൊ ഒരു വളരെ നല്ലൊരു ഇന്റർവ്യൂ പാനലുകാർ ഭയങ്കര ഒരു നല്ലൊരു പോസിറ്റീവായിട്ട് നമ്മളോട് നിന്നു. ആ ഇന്റർവ്യൂ കഴിഞ്ഞപ്പം തന്നെ അവരെന്നോട് പറഞ്ഞു, നീ സെലക്ടഡ് ആണെന്നുള്ളൊരു രീതിയിൽ അവരെന്നോട് പറഞ്ഞു. അങ്ങനെ അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ദൈവം ഓരോ അത്ഭുതങ്ങൾ ചെയ്യുമ്പം ഞാൻ ഓർക്കാൻ കർത്താവ് ഒരു ദേവദാസനെ കൂടെ കേട്ടതാ, ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുന്ന നമ്മൾ വിശ്വസിക്കുന്ന ദൈവം ആരാണെന്ന് അറിയിപ്പിക്കാൻ വേണ്ടി. എത്ര വിശ്വസനാണ് ആ ദൈവം എന്ന് അറിയിപ്പിക്കാൻ വേണ്ടി. എല്ലാം സ്മൂത്ത് ആയിട്ട് കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് എനിക്കതൊരു സാക്ഷിയായിട്ട് പറയാൻ പറ്റില്ലായിരുന്നു. എന്റെ അപ്പന്റെ വലിയ കരുണ, എന്റെ അപ്പന്റെ വലിയ കൃപ എന്നോട് കൂടെ ഇരുന്നു. അങ്ങനെ ഞാന് ഈ ഈ സമയത്തൊക്കെ ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ തിരിച്ചു പോയപ്പോഴത്തേക്കിന് ഈ ഹോസ്പിറ്റലുകാര് ജോലിയുടെ ഒക്കെ ഒരുവിധമൊക്കെ ശരിയായി. അപ്പൊ ഈ ഹോസ്പിറ്റലുകാര് നമ്മളെ കൊണ്ടുവന്നതാ. അപ്പൊ ഇവര് നമ്മളെ റിലീസ് ചെയ്യത്തില്ല. അപ്പം എന്റെ മാനേജർ, നേഴ്സിംഗ് യൂണിറ്റ് മാനേജർ, എനിക്ക് വേണ്ടിയിട്ട് ജനറൽ മാനേജറോട് പറഞ്ഞു. കാരണം നമ്മൾ അവളോട് അനീതി പ്രവർത്തിച്ചു. കാരണം ഇവർ പറഞ്ഞ സാലറി അല്ലല്ലോ, അതവര് കുറച്ചതാ. അപ്പൊ ദൈവം അവർക്ക് അവസരമുണ്ട്. അദ്ദേഹം ഒരു മുസ്ലിം ആയിരുന്നു. പക്ഷെ അവർക്കും ദൈവം പറഞ്ഞിട്ട് അങ്ങനെ ദൈവത്തിന്റെ കൃപ ദൈവം ഇടയാക്കി. അപ്പൊ ആ സമയത്തൊക്കെ എനിക്ക് കോണ്ടാക്ട് ഉള്ള, ഞാൻ പറഞ്ഞില്ലേ ആദ്യം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരു ബ്രദർ, ആ ബ്രദറാണ് യേശുവിനെ പറ്റി എനിക്ക് പറഞ്ഞു തന്നെ. സോമരാജൻ ബ്രദർ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു, പക്ഷെ എനിക്ക് യേശുവിനെ പറ്റി പറഞ്ഞു തന്നതും അവരുടെ സാക്ഷിയൊക്കെ പറഞ്ഞു തന്ന ബ്രദറാണ്. അപ്പൊ ബ്രദറിനോടൊക്കെയാണ് ഞാൻ വിളിച്ചു പറയുന്നേ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നൊക്കെ പറയുന്നത് അവരോടാ. അപ്പം ഞാനിങ്ങനെ പള്ളിയിലൊക്കെ പോവും. ഈ മറിയാമ്മ ആന്റി അവരുമായിട്ട് ഒരു കോണ്ടാക്ട് ഉണ്ട്. അങ്ങനെ വലിയ അനുഗ്രഹമായിരുന്നു ഇവിടുത്തെ ഗവൺമെന്റ് ജോലി കിട്ടി. കാരണം നമുക്ക് ഫാമിലിയെ കൊണ്ടുവരാൻ പറ്റും. കാരണം ഒറ്റ ദിവസം കൊണ്ട് കർത്താവ് എത്രയോ വലിയൊരു നന്മ നമുക്ക് തന്നു. അപ്പൊ എന്റെ വലിയ ആഗ്രഹമായിരുന്നു കുഞ്ഞിനെ കൊണ്ടുവരാൻ, ഹസ്ബൻഡിനെ കൊണ്ടുവരാൻ. അങ്ങനെ ഇവര് വന്നു. കുഞ്ഞിന് നല്ല സ്കൂളിലൊക്കെ ദൈവം അവിടെ അഡ്മിഷൻ തന്നു. എല്ലാം കൊണ്ട് ഒരുവിധം എന്റെ ആഗ്രഹങ്ങളൊക്കെ എനിക്ക് ഫാമിലിയെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. എല്ലാ ആഗ്രഹങ്ങളൊക്കെ ദൈവം നടത്തി. അപ്പം എനിക്ക് കർത്താവിനോടുള്ള വിശ്വാസം ഭയങ്കരമായിട്ട് അങ്ങ് കൂടി. എനിക്ക് എങ്ങനെയെങ്കിലും കർത്താവിന്, അന്നേരമൊക്കെ ഈ ഓർത്തഡോക്സ് പള്ളി പോകുമ്പോൾ അവിടെ ഒരു പ്രാർത്ഥനയുണ്ട്, എന്റെ ശരീരം ഭക്ഷിച്ച് എന്റെ രക്തം പാനം ചെയ്യുന്നവൻ പാതാളത്തിൽ പോകാനായി വിടാ ഞാൻ. അപ്പൊ എനിക്ക് എന്റെ യേശുവിനോടൊത്ത് ചേർന്ന് എനിക്ക് കർത്താവിനോടൊത്ത് ജീവിക്കണം, ആ ഒരു ആഗ്രഹം. അപ്പൊ ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ എന്റെ കർത്താവിനോടുകൂടെ സ്വർഗത്തിൽ പോകണം, ആ ഒരു ആഗ്രഹമേ എനിക്ക് ആ സമയത്തുള്ള. അപ്പം ഈ ഒരു ലൈന് എപ്പോഴും എന്റെ ഹൃദയത്തിൽ
ടച്ച് ചെയ്യും. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത്, അപ്പം വീണ്ടും ജനിക്കാതെ യേശു കർത്താവിന്റെ അടുത്ത് പോവാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ഈ പള്ളിയിലൊക്കെ പോവെങ്കിലും അവിടുത്തെ ഈ കുർബാന നടക്കുന്ന സമയത്തൊക്കെ എനിക്കങ്ങ് ഭയങ്കര ആഗ്രഹമാ. എനിക്ക് ഇതൊന്നും എടുത്താലേ എനിക്ക് എന്റെ യേശുവിന്റെ കൂടെ പോവാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഈ പ്രാർത്ഥന ഈ ആൾക്കാരൊക്കെ കുർബാനയൊക്കെ എടുത്തിട്ട് വരുമ്പോ ഇവരാരും കാണാതെ ഞാൻ അവരുടെ ഡ്രസ്സിലൊക്കെ ഇങ്ങനെ തൊടും. അത്രയ്ക്ക് ആഗ്രഹം എങ്ങനെയെങ്കിലും എന്റെ കർത്താവേ. അപ്പൊ അന്നൊക്കെ എന്റെ ഒരു പ്രാർത്ഥന, കർത്താവെ മരിക്കുന്നതിന് മുന്നേ ഒരു പ്രാവശ്യമെങ്കിലും എനിക്ക് എന്നെ ഒരു ഭാഗ്യം തരണേ, അത് പ്രാർത്ഥന. കാരണം എനിക്കറിയാം എന്റെ വീട്ടുകാരും സമ്മതിക്കത്തില്ല, എന്റെ ഹസ്ബൻഡ്, അവരാരും സമ്മതിക്കാൻ ഒരു സാധ്യതയില്ല. അങ്ങനെ എന്റെ പ്രാർത്ഥന ഇത് മാത്രം. അങ്ങനെ അങ്ങനെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പം എന്റെ ശല്യം സഹിക്കാൻ വയ്യാതെ എന്റെ ഹസ്ബൻഡ് അവസാനം എന്റെ അടുത്ത് പറഞ്ഞു, ഹസ്ബൻഡ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്ത് ഓർത്തഡോക്സിൽ പോയി മാമോദിസ എടുക്കുവോ, എന്നാൽ നാട്ടിലൊന്നും ആരും അറിയില്ല. അങ്ങനെ ഒരു രീതിയിൽ പുള്ളിക്കാരൻ പറഞ്ഞു. അപ്പൊ എനിക്കിവിടെ ഇവര് വന്നിട്ട് ഏകദേശം 1.5 വർഷമായി. അപ്പൊ പുള്ളി ഇങ്ങനെ ഒരു പറഞ്ഞ ഒരു സമയത്ത് എനിക്ക് ആ ജോലിക്ക് പറഞ്ഞ ആന്റി ഉണ്ടല്ലോ, മറിയാമ്മ ആന്റി, ഞാൻ പറഞ്ഞേ. അപ്പൊ ആന്റി പറഞ്ഞു, ഇങ്ങനെ ഞങ്ങള് ഞങ്ങളുടെ പാസ്റ്ററുമായിട്ട് നിങ്ങളുടെ വീട്ടിലോട്ടൊന്ന് വരുവാന്ന് പറഞ്ഞു. അതൊക്കെ ദൈവത്തിന്റെ ഒരു നടത്തിപ്പാണ്. 1.5 വർഷം കഴിഞ്ഞിട്ടായി നടക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ഭയങ്കര സന്തോഷം, അവര് വീട്ടിലോട്ട് വരുമെന്നത് ഓർത്തിട്ട് വന്നു. പാസ്റ്റർ അനിൽ പാസ്റ്റർ, മാറാനാഥ ചർച്ചിൽ, അബുദാബി മാറാനാഥ ചർച്ചിലെ പാസ്റ്റർ അനിൽ പാസ്റ്ററും ചേച്ചിയും ഈ മറിയാമ്മ ആന്റി, ഹസ്ബൻഡ്, ഇവരെല്ലാരും കൂടെ വന്നു. ഇവര് വന്ന് നമ്മുടെ അടുത്ത് സുവിശേഷം ദൈവത്തെ പറ്റി പറഞ്ഞു, യഥാർത്ഥ വിശ്വാസം. അപ്പൊ എന്റെ വിശ്വാസം, നമ്മളിങ്ങനെ പള്ളികളിലാണല്ലോ പോകുന്നത്. പക്ഷെ ഇതൊക്കെ പറഞ്ഞിട്ട് ഈ മറിയാമ്മ ആന്റി തന്നെ എന്നോട് പറഞ്ഞു, രമ്യ, നമ്മള് തന്നിരുന്ന് ദൈവത്തോട് ആലോചന വെച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ച് ഒരു തീരുമാനം എടുക്കണമെന്ന് പറഞ്ഞ്. അങ്ങനെ അങ്ങനെ ഞാന് എന്താ ദൈവമേ എന്നാ ചെയ്യണമെന്ന് പറഞ്ഞ് ദൈവസന്നിധിയിലിരുന്നു. അപ്പൊ ദൈവം തന്നെ വ്യക്തമായിട്ട് എനിക്ക്, കാരണം എല്ലാ ഒരു ദൈവത്തിന്റെ നടത്തിപ്പാന്ന് എനിക്ക് തന്നെ അറിയാം. അപ്പൊ ഞാൻ തന്നെ വീണ്ടും അങ്ങനെ ഞങ്ങളൊരു തീരുമാനം എടുത്ത് ഞാനും ഹസ്ബൻഡും വന്ന് രക്ഷിക്കപ്പെട്ടു. അങ്ങനെ ഞങ്ങള് പള്ളിയിൽ പോകാൻ തുടങ്ങി, ചർച്ചിൽ ആരാധനയ്ക്കൊക്കെ കടന്നു പോകാൻ തുടങ്ങി. അപ്പൊ ആരാധനയ്ക്കൊക്കെ കടന്നു പോയപ്പോ എനിക്ക് എങ്ങനെയെങ്കിലും സ്നാനപ്പെടണം എന്നുള്ള ആഗ്രഹമായി. അപ്പം പെന്തക്കോസിലോട്ട് പോവുക എന്നുള്ളത് എന്റെ വീട്ടുകാർക്കും എന്റെ ഹസ്ബൻഡിനും ഒട്ടും അംഗീകരിക്കാൻ പറ്റത്തില്ലേ, അവർക്ക് ആർക്കും അംഗീകരിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇവർക്കെല്ലാം അറിയാം ദൈവം എന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്തേന്ന്, ദൈവം എന്നെ നടത്തിയത്. കാരണം ദൈവത്തിന്റെ പ്രവൃത്തികളെല്ലാം അങ്ങനെ ആയിരുന്നു. അപ്പൊ ഇവർക്ക് ആർക്കും എതിർക്കാനും വയ്യ, എന്നാ വിട്ട് സമ്മതിക്കത്തുമില്ല, ആ ഒരവസ്ഥയില. അപ്പൊ ഞാന് അന്ന് എന്റെ രണ്ടാമത്തെ മോനെ ഞാൻ പ്രഗ്നന്റ്, 5 മാസമായി. അപ്പം അവിടെ പള്ളിയിൽ ഒരു സ്നാനം ഉണ്ട്. അപ്പൊ എനിക്ക് എങ്ങനെയും സ്നാനപ്പെടണമെന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ പറഞ്ഞു അവിടെ ഒരു 7 ദിവസം ഇത് ഫാസ്റ്റിംഗ് പ്രയർ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഈ ഫാസ്റ്റിംഗ് പ്രയർ മൊത്തം പ്രാർത്ഥിച്ച് എന്റെ ദൈവമേ എനിക്ക് സ്നാനപ്പെടണം, എന്റെ ദൈവം എങ്ങനെയാന്ന് വെച്ചാൽ എനിക്ക് വഴി ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞ് ഇങ്ങനെ ഞാൻ പോയി പ്രാർത്ഥിച്ചിട്ട്, അവിടുത്തെ ഒരു കർത്തൃദാസൻ അന്ന് ഒരു ഇടവിട്ട ഒരു വചനമാണ്, ഇപ്പം നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അനേകം മൈലുകൾക്ക് അപ്പുറം ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞൊരു വചനം. അപ്പൊ അത് ഞാനങ്ങ് ഏറ്റെടുത്തു, എനിക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുകയാണെന്ന് പറഞ്ഞിട്ട്. ശരിക്കും ആ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിച്ചതായിരുന്നു. അപ്പൊ എന്റെ ഹസ്ബൻഡ് ഇങ്ങനെ പറഞ്ഞു, എന്റെ അപ്പ സമ്മതിക്കാൻ യാതൊരു ചാൻസും ഇല്ല. അതും പുള്ളി രക്ഷപ്പെടാനുള്ള ഒരു രീതിയിൽ പറഞ്ഞു, നിന്റെ അപ്പ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ സമ്മതിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അപ്പ അടുത്ത് വിളിച്ചു ചോദിച്ചു, അപ്പൊ ഞാനിങ്ങനെ എനിക്ക് ആഗ്രഹമുണ്ട്, കാരണം ഞാനിങ്ങനെ എനിക്ക് സ്നാനപ്പെടണം എന്നൊക്കെ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞപ്പോ അപ്പായുടെ നിന്നുള്ള റെസ്പോൺസ് ഭയങ്കരമായിരുന്നു കേട്ടോ. അപ്പായുടെ നിന്ന് റെസ്പോൺസ് ഇങ്ങനെ ആയിരുന്നു, മോനെ രക്ഷിച്ച ദൈവമല്ലേ, മോൻ മാറുന്നതിന് അപ്പായ്ക്ക് ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ ഹസ്ബൻഡിനും പിന്നെ സമ്മതിക്കാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ എല്ലാരും സമ്മതിച്ചു കേട്ടോ, ആർക്കും എതിർക്കാൻ ദൈവം ഒരു ചാൻസ് പോലും കൊടുത്തില്ല. അങ്ങനെ എല്ലാരും സമ്മതിച്ചു. അങ്ങനെ 2017 ഫെബ്രുവരിയിൽ തമ്പുരാന്റെ വലിയ കൃപയാൽ എനിക്ക് സ്നാനപ്പെട്ട് കർത്തൃമേശ എടുക്കാൻ ദൈവം അനുഗ്രഹിച്ചു തന്നെ. എത്രത്തോളം സന്തോഷമായിരുന്നു എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഏകദേശം 13 വർഷത്തെ എന്റെ പ്രാർത്ഥനയായിരുന്നു അന്ന് നടന്നത്. അങ്ങനെ സ്നാനപ്പെട്ട് അങ്ങനെ ഞങ്ങൾ മാറാനാഥ ചർച്ചിൽ പൊക്കോണ്ടിരിക്കുക. അങ്ങനെ പിന്നെ എനിക്ക് വേറൊരു സംഭവം ഉണ്ടായെന്ന് വെച്ചാൽ, ഞാൻ ഈ 8ാം മാസമൊക്കെ പ്രഗ്നൻസിയിൽ 8ാം മാസം ആയപ്പോഴത്തേനും ഞാൻ പെട്ടെന്ന് ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി പോയപ്പോഴത്തേനും ഫാസ്റ്റ് ഇറങ്ങിപ്പോയി. രാവിലെ 5:30 ഒരു ഇരുട്ടി പോയതാ. ഞാന് മറിഞ്ഞു വീണു.
മറിഞ്ഞു വീണിട്ട് ഈ വയറാ പോയി ഇടിച്ച്. അപ്പൊ കൊച്ചിന്റെ ഹാർട്ട് റേറ്റ് എല്ലാം ഭയങ്കര ഹൈ ആയി പോയി. ലേബർ റൂമിൽ എന്നെ കയറ്റി കൊച്ചിനെ ICUലോട്ട് ആക്കുമെന്ന് അവര് പറഞ്ഞു. അപ്പൊ നമ്മളാകെ എന്റെ ദൈവമേ എന്തായി തീരും, കാരണം കുഞ്ഞിന് എന്തെങ്കിലും പറ്റിയോ? അവരെല്ലാം സ്കാനിങ് ഒക്കെ ചെയ്തു, എന്നാലും അവര് പറയുന്ന കൊച്ചു ജനിക്കാതൊന്നും പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അന്ന് രാത്രിയില് ഞാൻ ആ ലേബർ റൂമിൽ കിടന്ന് ഞാൻ കർത്താവിനോട് നിലവിളിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അവന്റെ ഒരു വലിയ സാന്നിധ്യം എനിക്ക് ആ സമയത്ത് അനുഭവിക്കാനിടയായി കേട്ടോ. കർത്താവിന്റെ വലിയൊരു സാന്നിധ്യം. അതിന് ശേഷം ദൈവത്തിന്റെ ഒരു പ്രസൻസ്, കർത്താവ് എന്നെ വന്നു തൊട്ടു എന്ന് ഞാൻ തീർച്ചയായിട്ടും പറയും. എന്നും എന്റെ മോൻ പറയും, അമ്മ അത്രയും സംഭവിച്ചെങ്കിലും ദൈവം അവനെ പ്രൊട്ടക്ട് ചെയ്തല്ലോ എന്ന് അവൻ പറയും. അപ്പം അദ്ദേഹത്തിന്റെ സാന്നിധ്യം വന്നു. അതിന് ശേഷം എല്ലാം പതുക്കെ പതുക്കെ നോർമൽ ആവാൻ തുടങ്ങി. അങ്ങനെ അവരെന്നെ ലേബർ റൂമിൽ നിന്ന് മാറ്റി. എല്ലാം കംപ്ലീറ്റ് ആയി 40 വീക്സ് കഴിഞ്ഞിട്ടാണ് എന്റെ ഡെലിവറി നടന്നത്. സോ അതൊക്കെ എന്റെ ആരോഗ്യമുള്ള ഒരു മോനെ എനിക്ക് എന്റെ നേരത്തിന് ദൈവം എനിക്ക് ദാനമായിട്ട് തന്നു. ഇതിനു മുന്നേ എനിക്കൊരു കാര്യം കൂടെ പറയാനുള്ള, എന്റെ ദൈവം എനിക്കൊരു ദൂതനെ അയച്ചൊരു സംഭവം എന്റെ ജീവിതത്തിൽ ഉണ്ടായെന്ന് പറഞ്ഞാല്, കാരണം ഈ അബുദാബി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ എനിക്ക് ജോലി കിട്ടിയല്ലോ. അപ്പം ഞാൻ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് മൂവ് ചെയ്യുക ഗവൺമെന്റ് ഹോസ്പിറ്റലിലോട്ട്. അപ്പൊ അക്കോമഡേഷന് സിറ്റിയിലോട്ട് മാറുക. സിറ്റിയിലോട്ട്, കാരണം എന്നാലേ ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുള്ളൂ. അപ്പം ഞാന് വന്നു. കാരണം ഈ ഹോസ്പിറ്റലിൽ ഒരുപാട് പൈസ കൊടുത്തിട്ടാണ് ഞാൻ ഇറങ്ങുന്നത്. അപ്പൊ എന്റെ കയ്യില് പൈസയൊക്കെ കുറവാ. അപ്പൊ ഞാന് ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിലോട്ട് ഈ അക്കോമഡേഷനിൽ അന്വേഷിച്ച് നോക്കിയപ്പോഴത്തേനും എല്ലായിടും ഭയങ്കര എക്സ്പെൻസീവാ. അപ്പൊ ഞാനൊരു ഷെയറിങ് അക്കോമഡേഷൻ നോക്കിയിട്ട് എന്റെ സാധനങ്ങളുമായിട്ടൊക്കെ വണ്ടിയിൽ വരിക. വണ്ടി വന്നിട്ട് ഞാൻ വന്ന ഷെയറിങ് അക്കോമഡേഷൻ നോക്കിയപ്പോൾ എന്താ വെച്ചാൽ അത്ര നല്ല അക്കോമഡേഷൻ അല്ലേ. അപ്പൊ ഞാൻ ഈ ടാക്സി തന്നെ എന്ത് ചെയ്യണം ദൈവമേ, ആരും ഇല്ല ഹെൽപ്പ് ചെയ്യാനും, തിരിച്ചു പോകാനും ആരും ഇല്ല. ഇരുട്ടാ, കാരണം അവിടെ ഒരു പബ്ലിക് ഹോളിഡേയുടെ ടൈമാ. അപ്പം ഭയങ്കര തിരക്കാ, റഷ്. ആർക്കും നമ്മളെ ഒന്ന് സഹായിക്കാനും ഇല്ല, ആരും നമ്മളെ സഹായിക്കാനും ഇല്ല. അപ്പൊ രാവിലെ ദൈവത്തിന്റെ ആത്മാവ് തന്നെ എന്നോട് ഇടപെട്ടത്. അന്ന് ഞാൻ വിളിച്ച ഒരു നമ്പറിൽ തന്നെ വീണ്ടും തിരിച്ചു വിളിക്കാൻ, റൂം അന്വേഷിച്ച് ഞാനൊരു വിളിച്ച ഒരു നമ്പറുണ്ട്. ഞാൻ അവരെ വിളിച്ചു വെച്ചപ്പോ അതൊരു സിംഗിൾ റൂമാ. കുറച്ച് എന്നിട്ട് ഞാൻ അവരെ വിളിച്ചു ചോദിച്ചു, ഇപ്പോഴും ആ റൂം അവൈലബിൾ ആണോ എന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞു, ഉണ്ട്, നിങ്ങൾ വന്നു. മലയാളികളാ. അപ്പൊ ഞാൻ ഈ ടാക്സിയിൽ അവിടെ പോയിട്ട് ഞാൻ അവരോട് പറഞ്ഞു, എന്റെ കയ്യിൽ പൈസ ഇല്ല ഇപ്പം തരാൻ, കാരണം ആ ഒരു സിംഗിൾ റൂമിന് കൊടുക്കാനുള്ള പൈസ ഇല്ല, ഓക്കെ ആണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കിന് ചേച്ചിയും അച്ചാച്ചനും കൂടെ വന്നിട്ട് അവര് ചേച്ചിയും അച്ചാച്ചനും കൊച്ചും കൂടെ വന്നിട്ട് എന്നെ വിളിച്ചോണ്ട് പോകുന്നത്. അതൊരു TPM ഫാമിലിയാ, ഒരു പെന്തക്കോസ്റ്റൽ ഫാമിലിയിലെ ദൈവം എന്നെ അന്ന് കൊണ്ടുപോയത്. എത്രത്തോളം ദൈവത്തിന് നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ അത്ര അങ്ങ് സഹിച്ച് വിഷമിച്ച് നിൽക്കുമ്പം ദൈവം തമ്പുരാൻ തന്നെ എനിക്ക് വേണ്ടി ഓരോരോ ദൈവം ഒരുക്കുമായിരുന്നു. മനുഷ്യന്റെ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലതെന്ന് പറയുമ്പോൾ എന്നെ സഹായിപ്പാൻ ആരും ഇല്ല, ദൈവം അല്ലാതെ ദൈവം എല്ലാറ്റിനും ഇറങ്ങി വരുന്നത്. അങ്ങനെ ഞാൻ അവിടെ പോയി. ചേച്ചി വളരെ സ്നേഹത്തോടെ, എനിക്കൊരു സ്വന്തം ചേച്ചിയെ പോലെ എന്നെ ചേച്ചി വെൽക്കം ചെയ്ത് അവരെല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു. പിറ്റേന്ന് രാവിലെ എനിക്ക് ഡ്യൂട്ടിക്ക് പോകണം. അപ്പൊ എനിക്ക് അറിയത്തില്ല, നല്ല രാത്രിയില്ല ഞാൻ പോകുന്നത്, എനിക്ക് ചുറ്റുപാടൊന്നും അറിയത്തില്ല. അപ്പം ഈ ട്രാൻസ്പോർട്ടുകാരെ നമ്മൾ വിളിച്ചിട്ട് അവര് പറഞ്ഞു, ഇനി ഇന്ന പാർക്കിങ്ങിൽ വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ രാവിലെ 5 മണി 5:15 ഞാൻ ഇറങ്ങി പോകുമ്പോ ഇരുട്ടാ. എനിക്ക് ഇവര് പറയുന്ന സ്ഥലമൊന്നും മനസ്സിലാവുന്നില്ല, എവിടെ പോണോന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ ഞാനിങ്ങനെ ദൈവമേ എന്താ, അവര് പറഞ്ഞു, നീ ഫൈനലി പുള്ളി പറഞ്ഞു, നീ ഒരു മാൾ ഉണ്ട് അതിന്റെ അടുത്ത് വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഒരു മാർഗവും ഇല്ല, എവിടാന്നൊന്നും കണ്ടുപിടിക്കാനും പറ്റത്തില്ല. അപ്പം ദൈവം ഒരാളെ ഉണ്ട്, ഒരു മനുഷ്യന് പെട്ടെന്ന് നല്ല ഒരു ചൈതന്യമുള്ള ഒരു മനുഷ്യൻ കേട്ടോ, പെട്ടെന്ന് വന്നിട്ട് ഞാൻ ഈ പുള്ളിയോട് ചോദിച്ചു, എനിക്ക് പോണം, എനിക്ക് അറിയത്തില്ല എന്നാന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇദ്ദേഹം തന്നെ ആ ഡ്രൈവറോട് സംസാരിച്ചിട്ട് പറഞ്ഞു, അവക്ക് ഇപ്പൊ ടാക്സിയിലൊന്നും വരാൻ പറ്റത്തില്ല, പുള്ളി ഉദ്ദേശിച്ച മാളിന്റെ അടുത്തോട്ട് പോകാൻ പറ്റത്തില്ല, നീ ഈ രാത്രിയിൽ എങ്ങനെ പറയുന്നേന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം തന്നെ എന്നെ വണ്ടി കയറ്റി ആ മാളിന്റെ അവിടെ കൊണ്ടുപോയി. എങ്ങനെ ഈ 5:15 5:30 സമയത്ത് ഒരു മനുഷ്യൻ അവിടെ വന്ന് എന്നെ സഹായിച്ചു എന്നൊന്നും അറിയത്തില്ല. ഇപ്പൊ കേൾക്കുന്നവർക്ക് വലിയ ഇതായിട്ടൊന്നും തോന്നത്തില്ലായിരിക്കും, പക്ഷെ എനിക്കതൊരു വലിയ, കാരണം ഞാൻ പുതുതായിട്ട് ഒരു ജോലിക്ക് സ്റ്റാർട്ട് ചെയ്യും, അവിടെ എനിക്ക് കറക്റ്റ് സമയത്ത് പോകാൻ പറ്റത്തില്ല. അപ്പൊ നമ്മുടെ ആ ഒരു വെപ്രാളവും നിരാശയും ആ ഭാരവും ഒക്കെ ദൈവത്തിന് കറക്റ്റ് അറിയാം. ദൈവം എന്നെ ഒരു ദേവദാസിനെ കൂടി ഇടയ്ക്കേട്ട് നിന്നെ ദൂതന്മാരിറങ്ങി ശുശ്രൂഷിച്ചിട്ടുണ്ടെന്ന് ഞാൻ ഓർക്കുമ്പോ ഇതൊക്കെ എന്നെ ദൂതന്മാരിറങ്ങി ശുശ്രൂഷിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് ഇതൊക്കെ എന്റെ ജീവിതത്തില്. അങ്ങനെ
ഞാന് ഞാൻ പറഞ്ഞല്ലോ സ്നാനപ്പെട്ടു. ദൈവത്തിന്റെ കൃപയാൽ സ്നാനപ്പെട്ടു. ഇങ്ങനെ ഞങ്ങള് പള്ളിയിലൊക്കെ ആരാധനയ്ക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുഞ്ഞുണ്ടായി. ആ സമയത്താണ് അവിടെ യുകെയുടെ ഒരു ഇന്റർവ്യൂ നടക്കുന്നു. അപ്പം ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് ചുമ്മാ പോയി നോക്കാം എന്ന് പറഞ്ഞ് വേറൊരു ഫ്രണ്ട് പോയിട്ടുണ്ട്. അങ്ങനെ ഇതിന്റെ കൃപയാല് സെലക്ട് ചെയ്തു. ഇംഗ്ലീഷ് എക്സാം ഒക്കെ എഴുതിയപ്പം അദ്ദേഹത്തിന്റെ കൃപയാല് ആ ഇംഗ്ലീഷ് എക്സാം പാസ്സാവാൻ ദൈവം ഇട തന്നു. അപ്പൊ എനിക്ക് ഉറപ്പായി എന്റെ കഴിവുകൊണ്ടൊന്നുമില്ല എനിക്ക് ഒന്നും കിട്ടിയത്. അങ്ങനെ ഈ എക്സാം ഒക്കെ പാസ്സായപ്പോഴത്തേക്കിനും ഞാന് പിന്നെ എന്നാ പിന്നെ പുറത്തോട്ട് നോക്കാം എന്നൊരു പ്ലാനിലോട്ട് തുടങ്ങിയപ്പോഴത്തേക്കിന് പക്ഷെ നമുക്കതെല്ലാം ഒന്ന് എടുക്കാന്ന് പറഞ്ഞൊരു വലിയൊരു ചലഞ്ചിങ് ആയിരുന്നു. കാരണം നമുക്ക് അവിടെ ഈ ഒരു ജോലിയാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ളത്. അപ്പൊ ഞാനിങ്ങനെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് ആരും നമ്മളെ ഒരു തരത്തിൽ സപ്പോർട്ട് നമുക്ക് കിട്ടുന്നില്ല. എന്തെടുക്കണം, തീരുമാനം എടുക്കണം. അപ്പൊ എന്റെ ചർച്ചിലെ തന്നെ ഒരു ആന്റി എൻ്റെ അടുത്ത് പറഞ്ഞു, മോളെ ദൈവസന്നിധിയിൽ നമ്മളിരുന്ന് ദൈവത്തോട് ആലോചന ചോദിക്കണം. അപ്പൊ ദൈവം നമുക്ക്, കാരണം ആരെക്കാളും നമ്മളോട് വ്യക്തമായിട്ട് നമ്മുടെ ദൈവം തന്നെ സംസാരിക്കുമെന്ന് പറഞ്ഞു ആന്റി പറഞ്ഞു. അപ്പൊ അങ്ങനെ എനിക്കൊരു ഉറപ്പായി നമ്മൾ ചോദിച്ചാൽ ദൈവം മറുപടി തരും. അങ്ങനെ ഞാൻ ദൈവസന്നിധിയിൽ ഇരുന്ന് കരഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്ക് എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം എനിക്കൊരു പോസിറ്റീവ് റിപ്ലൈ എങ്ങൊന്നും ഒരു ഇത് കിട്ടുന്നില്ല. ദൈവം തമ്പുരാൻ തന്നെ എന്നാന്ന് വെച്ചാൽ ചെയ്യണം. അപ്പം ഈ ഇത് വെച്ചിട്ട് ഓസ്ട്രേലിയയിലോട്ടുള്ള ഒരു പ്ലാനിലോട്ടാ നമ്മള് പേപ്പേഴ്സ് ഒക്കെ എടുത്തു വെച്ചേ. യുകെയുടെ ഇന്റർവ്യൂ ആണെങ്കിലും പിന്നെ ഓസ്ട്രേലിയയിലാണ് പോകുന്നത് നല്ലതെന്നൊക്കെ എല്ലാവരും പറഞ്ഞു. അപ്പൊ ആ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ അന്ന് രാത്രി ഫുള്ള് കരഞ്ഞ് ദൈവമേ, കാരണം നമുക്കൊരു തീരുമാനം എടുക്കാൻ ഒന്നും നമുക്കറിയത്തില്ല എന്തോ തീരുമാനം എടുക്കണമെന്ന്. പക്ഷെ അന്നിങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പം ഞാൻ രാത്രി പ്രാർത്ഥിക്കുകയാണ്. കരഞ്ഞ് എൻ്റെ ഞങ്ങളുടെ ഹാളിലിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ ഒരു വലിയ പ്രസൻസ് എനിക്ക് അനുഭവിക്കാനിടയായി. അപ്പൊ അന്ന് ദൈവം എന്നോട് പറഞ്ഞ വചനമാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ ലിറ്ററലി ആ സൗണ്ട് കേട്ടോന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷെ എനിക്കത് ഭയങ്കര ഉറപ്പായി. കർത്താവിനോട് സംസാരിച്ച ദൈവം എനിക്കൊരു ഉറപ്പങ്ങ് തന്നതുപോലെ ആ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോകാൻ തമ്പുരാൻ തന്ന ഒരു ഉറപ്പായിട്ട് ഞാൻ അതിനെ ഏറ്റെടുത്തു. അങ്ങനെ ഞാന് പിറ്റേന്ന് തൊട്ട് ഇതിന്റെ പേപ്പേഴ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ ഒന്നും അങ്ങോട്ട് കാര്യമായിട്ട് നീങ്ങുന്നില്ല. കാര്യം ആ സമയത്ത് ഇവിടുത്തെ കോഴ്സ് എല്ലാം ഇവർ ക്ലോസ് ചെയ്ത് വെച്ചൊരു സമയം 1.5 വർഷക്കാലം ഞാൻ ഇതിന്റെ പുറകെ കോഴ്സ് ഒന്നും നടക്കുന്നില്ല. അത് ശരിക്കും എനിക്കൊരു ശോധനാ സമയമായിരുന്നു എന്ന് വേണേൽ പറയാം. കാരണം എന്റെ വിശ്വാസത്തെ കൂടുതൽ വർദ്ധിപ്പിക്കാൻ വേണ്ടി ദൈവം തമ്പുരാൻ തന്നൊരു അവസരമാണ്. കാരണം എന്റെ ഹസ്ബൻഡ് നമ്മളോട് പറയുന്നുണ്ട് നമുക്ക് വേറെ ഏതെങ്കിലും നോക്കാം, കാരണം ഇത് കിട്ടത്തില്ല, കാരണം ഇനി 2 വർഷം ഇതിന് വാലിഡിറ്റി ഉള്ളു, ഇത് കഴിഞ്ഞാൽ പിന്നെ കിട്ടത്തില്ല. പക്ഷെ എനിക്ക് എന്നാ വേറൊരെണ്ണം എടുക്കാനോട്ട് പറ്റുന്നുമില്ല. കാരണം ഞാൻ ദൈവത്തോട് എപ്പോഴും ചോദിക്കുമ്പം എനിക്ക് കിട്ടുന്ന മറുപടി ഇതാ, യഹോവയിൽ പ്രത്യാശയുള്ള ഏവരുമേ ധൈര്യപ്പെട്ടിരുപ്പേൻ, നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അപ്പൊ എനിക്ക് വേറൊരു രീതിയിലും വേറൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല. കാരണം വേറൊരു രാജ്യത്തോട്ട് നോക്കാം, അല്ലെ വേറൊരു ഇന്റർവ്യൂവിന് പോകാന്ന് പറയുമ്പോൾ ഞാൻ എന്തോ ഒരു തെറ്റ് ചെയ്തൊരു പ്രതീതിയാണ്. കാരണം കർത്താവ് എനിക്കൊരു ഉറപ്പ് തന്നിട്ട് ഞാനങ്ങ് വ്യതിചലിക്കുന്ന. അപ്പൊ ഹസ്ബൻഡ് ഇങ്ങനെ പറയാം. അങ്ങനെ ഞങ്ങൾ ഒരു 1.5 വർഷം ഇങ്ങനെ കരച്ചിലല്ലാതെ എനിക്ക് ദൈവത്തോട് പറയാനൊന്നുമില്ല ആ സമയത്ത്. കാരണം എന്റെ ഒരു വിശ്വാസത്തിന് ആ ഒരു ഇതുപോലെ എനിക്ക് അന്ന് ഫീലിംഗ് ആയിരുന്നു. അങ്ങനെ നമ്മുടെ ദൈവം എല്ലാം, ദൈവത്തിനൊരു സമയമുണ്ട്. അവിടുന്ന് ഒന്ന് നേരത്തെ അല്ല ഒന്ന് താമസിച്ചല്ല, കറക്റ്റ് ടൈമിങ്ങിൽ ദൈവം തമ്പുരാൻ എനിക്ക് ഒരു കോളേജിൽ അഡ്മിഷൻ തന്നു. അങ്ങനെ ഈ ദേശത്ത് കടന്നു വരുവാൻ ഇടയായി. ഓസ്ട്രേലിയയിൽ കോഴ്സ് ചെയ്യാൻ വേണ്ടിയാ വന്നേ. അപ്പം എൻ്റെ ഹസ്ബൻഡും കുഞ്ഞുങ്ങളും നാട്ടിൽ പോയി. എനിക്ക് ജോലിയില്ല, നമ്മൾ ഇവിടോട്ട് വന്നു. അങ്ങനെ ഇവിടെ വന്നപ്പോഴത്തേനും സംഭവിച്ചത് എന്നാന്ന് പറഞ്ഞാൽ 3 മാസം കഴിഞ്ഞപ്പോൾ കോവിഡ് കാരണം ഇവിടെ എല്ലാം കംപ്ലീറ്റ് ക്ലോസ്ഡ് ആയി. നാട്ടിൽ തിരിച്ചു പോകാൻ പറ്റത്തില്ല, ഇവിടെ തന്നെ നിൽക്കേണ്ടി വരും. അങ്ങനെ ഇവിടെ നിൽക്കാൻ ഞാനിവിടെ മെൽബണിൽ തന്നെ ആയിരുന്നു ആ സമയത്ത് നിന്നെ. അപ്പം ഭയങ്കര നമ്മള് റെന്റൊക്കെ ഭയങ്കരമാണ്. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട്, ഓറഞ്ചിലുണ്ടായിരുന്ന ഒരു ഫ്രണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു അവരുടെ വീട്ടിൽ വന്ന് നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വേറൊരു സ്റ്റേറ്റില് അവിടെ ഞാൻ ഇവരുടെ വീട്ടിലോട്ട് പോയി.
അവരുടെ വീട്ടിൽ പോയി. അപ്പം എത്ര ഇന്റർവ്യൂ രജിസ്ട്രേഷൻ ഒക്കെ ആയി. പക്ഷെ നമ്മൾ ഏത് നോക്കിയാലും നമുക്ക് ജോലി കിട്ടത്തില്ല. കാരണം നമുക്ക് വിസ ഇല്ലല്ലോ. നമ്മൾ ഈ വിസിറ്റിംഗ് വിസയ്ക്കാണ് ഇവിടെ വരുന്നത്. പിന്നെ ഈ കോവിഡ് ആയത് കാരണം ഇവര് വിസ എക്സ്റ്റെൻഡ് ചെയ്ത് തന്നുകൊണ്ടിരിക്കുക. അപ്പൊ എനിക്കൊരു തരത്തിലും നിക്കാന് ജോലി കിട്ടുന്നില്ല. കാരണം ഇന്റർവ്യൂ ഒക്കെ കഴിയുമ്പോൾ ഇവര് പറയും നിനക്ക് വിസ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് വിസ പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതിങ്ങനെ നീണ്ടു പൊക്കോണ്ടിരിക്കുക. അങ്ങനെ അവരുടെ വീട്ടില് ഞാൻ അവരുടെ വീട്ടിൽ നിൽക്കുക. അപ്പൊ ആ സമയത്തൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു ശരിക്കും പറഞ്ഞാൽ എനിക്ക് ദൈവം തന്നൊരു അവസരമായിരുന്നു കേട്ടോ. ദൈവത്തോട് കൂടുതൽ ചേരാനും പ്രാർത്ഥിക്കാനും ഒക്കെ ഉള്ള ഒരു സമയം അവസരമായിരുന്നു. അപ്പൊ ഞാൻ ഇവരുടെ വീട്ടിൽ നിൽക്കുമ്പോൾ അവർക്ക് കുഞ്ഞുങ്ങളില്ല. അപ്പൊ ഞാൻ ഇവർക്ക് വേണ്ടി ഒന്നും ഞാനും പ്രാർത്ഥിക്കുക. അപ്പം ആ സമയത്ത് ഞാൻ പരിചയപ്പെട്ടതാണ് എൻ്റെ ഒരു ഫ്രണ്ട് ഷീജ വഴി. SPF-ലെ ജോയിസ് തോമസ് ചേച്ചി, അവിടുത്തെ പാസ്റ്ററിന്റെ വൈഫാ. അപ്പൊ ചേച്ചിക്ക് എന്റെ നമ്പർ എന്റെ ഈ ഫ്രണ്ട് കൊടുത്തേ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ ജോയിസ് ചേച്ചി എന്നെ വിളിക്കും. ജോയിസ് ചേച്ചി ഞാനും കൂടെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുക എനിക്ക് ജോലിക്ക് വേണ്ടിയിട്ടും ഞാൻ താമസിക്കുന്ന വീട്ടുകാർക്ക് വേണ്ടിയിട്ടൊക്കെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കും കേട്ടോ. അപ്പം അതിന് മുന്നേ ഒക്കെ ദൈവമേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരുമില്ലെന്നൊക്കെ പറഞ്ഞ് ഞാൻ കംപ്ലൈന്റ് ദൈവത്തോട് പറഞ്ഞിട്ടുണ്ട്. ദൈവം ആ സമയത്ത് എനിക്ക് ചേച്ചിയെ ഒരുക്കി അനേകർ എനിക്ക് വേണ്ടി ജോലിക്ക് വേണ്ടിയിട്ടൊക്കെ. കാരണം നമ്മളെ കോവിഡ് സമയമായിട്ട് പല പല മീറ്റിങ്ങുകളിലും കയറും, എല്ലാരും പ്രാർത്ഥിക്കും. അങ്ങനെ ദിവസം ഇരുന്ന് പ്രാർത്ഥിക്കും. അപ്പം കൂടെ ഉള്ളവർക്കൊക്കെ ഓരോരുത്തർക്കൊക്കെ ജോലി കിട്ടുന്നുണ്ട്. കാരണം എന്റെ കാര്യം എല്ലാം വരുമ്പോഴത്തേനും അങ്ങ് താമസമോ ഡിലേയോ ഒന്നും കിട്ടുന്നില്ല. അപ്പൊ ആ സമയത്ത് ഈ സ്ഥലത്ത് ഒരു വിസ ഓപ്പൺ ആയി. ആ നിന്ന സ്ഥലത്ത് ഞാൻ പോയിട്ട് ഒരു 2 ആഴ്ച ആയ സമയത്ത് അവര് ആ വിസയെ പറ്റി അനൗൺസ് ചെയ്തത്. അവര് പറഞ്ഞ് ആ റീജിയണിൽ താമസിക്കുന്ന, അതായത് ആ സ്റ്റേറ്റിലെ റീജിയണൽ പ്ലേസിൽ താമസിക്കുന്ന എല്ലാവർക്കും ഈ വിസയ്ക്ക് അപ്ലൈ ചെയ്യാം. അല്ല, എല്ലാവർക്കും അല്ല, 1 വർഷം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അതിന് അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് 1 വർഷം ഇല്ലല്ലോ, കാരണം നമ്മളവിടെ ജോലിയൊന്നും ഇല്ലാണ്ട് നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞപ്പോ ഇവര് നിയമം മാറ്റിയിട്ട് പറഞ്ഞു ഈ റീജിയണൽ ഏരിയയിൽ നിൽക്കുന്ന എല്ലാവർക്കും വേണ്ടവർക്കൊക്കെ അപ്ലൈ ചെയ്യാന്ന്. അപ്പൊ ദൈവം എനിക്ക് വേണ്ടി ആ നിയമം അങ്ങ് മാറ്റിയതാ സത്യം പറഞ്ഞ. അപ്പൊ അങ്ങനെ ഞാൻ അവരുടെ വീട്ടിൽ പോയിട്ട് 2 ആഴ്ചയാവുന്നുള്ളൂ. അപ്പൊ എനിക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയുള്ള പേർപ്പസും ഒക്കെ കറക്റ്റ് സമയമായപ്പോഴത്തേക്കിന് അതിന്റെ ആ അതിന്റെ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്നതിന്റെ തലേന്ന് എനിക്ക് പേപ്പറെല്ലാം എനിക്ക് ഇതിന് വേണ്ടി വേണ്ട പേപ്പറുകളെല്ലാം കിട്ടി. അങ്ങനെ ഞാൻ ഈ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോഴ് ഏജൻസി വഴി കൊടുത്ത് ചെയ്യാൻ നമുക്ക് അന്നേരം ബുദ്ധിമുട്ടാ. അപ്പൊ ആ സമയത്ത് ഒരു 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 ഏജന്റിനെ ദൈവം ഒരുക്കി കേട്ടോ. അത് കൊറിയക്കാരനോ ചൈനയോ എന്തോ ആണ്. പക്ഷെ പുള്ളിക്കാരൻ ഒരു ദൈവവിശ്വാസിയാ. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞു നീ നിനക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പം ഇതാ ചെയ്തു നോക്കുമ്പോഴും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം പുള്ളി പറഞ്ഞു വളരെ കുറച്ചൊരു തുക പറഞ്ഞിട്ട് പറഞ്ഞു ഇത് നീ തന്നാ മതി, ഞാൻ നിനക്ക് വേണ്ടി ലോഡ് ചെയ്യാം, ആപ്ലിക്കേഷൻ ലോഡ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ദൈവമല്ല സകലതും ഒരുക്കിയത്. എന്നിട്ട് ഈ പുള്ളി എനിക്ക് വേണ്ടി ഇത് ലോഡ് ചെയ്തു. ലോഡ് ചെയ്ത് ഇത് വിസ അപ്ലൈ ചെയ്ത കൂട്ടത്തിലൊക്കെ അപ്ലൈ ചെയ്തവർക്കൊക്കെ കൂട്ടത്തിലെന്ന് വെച്ചാൽ മറ്റേ 1 വർഷമൊക്കെ എക്സ്പീരിയൻസ് ഉള്ളവരൊക്കെ അപ്ലൈ ചെയ്തവർക്കൊക്കെ പെട്ടെന്ന് ഇൻവിറ്റേഷൻ വന്നു. എനിക്കൊന്നും വന്നില്ല. നമ്മുടെ ഏജന്റ് ഇമിഗ്രേഷനിൽ ചോദിച്ചപ്പം പറഞ്ഞു നിന്റെ ആപ്ലിക്കേഷൻ വളരെ ലേറ്റ് ആയിപ്പോയി, അവരുടെ വേക്കൻസി എല്ലാം ഫില്ലായിപ്പോയി, ഇനിയിപ്പം നെക്സ്റ്റ് ഇയറിൽ ഇതേ സ്റ്റാറ്റസ് ആണെങ്കിൽ വീണ്ടും ഒരു കൺസിഡർ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒരു റിപ്ലൈ ആ. നമുക്ക് നെക്സ്റ്റ് ഇയർ എന്ന് വെച്ചാൽ പിന്നീട് 1 മാസം പോലും നിൽക്കാനുള്ള വിസ നമുക്കില്ല. അപ്പം ഞാന് വീണ്ടും ഇനി നാട്ടിലോട്ട് തിരിച്ചു പോവുക എന്നൊരു ഇതേ ഉള്ളൂ. അപ്പോഴും കാരണം ഈ ഓസ്ട്രേലിയയിലോട്ട് വന്നത് നമ്മള് ദൈവം എന്നെ കൊണ്ടുവന്നതാണെന്നൊരു വിശ്വാസത്തിലാണ് വരുന്നത്. വീണ്ടും നാട്ടിലോട്ട് പോവാന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഹസ്ബൻഡിന്റെ നാട്ടിൽ ജോലിയില്ല. നമ്മുടെ വരുമാനം എല്ലാം ഏകദേശം 10 മാസത്തോളം ആവുന്നു വന്നിട്ട്. എല്ലാം ആ ഒരു ബുദ്ധിമുട്ടിലോട്ട് നാട്ടിലോട്ട് ഞാൻ തിരിച്ചു പോവാന്ന് പറഞ്ഞ വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആ സമയത്ത് തന്നെ വേറൊരു ഇന്റർവ്യൂവിന് വിളിച്ചു. കുറച്ച് ഉള്ളിലുള്ള ഒരു സ്ഥലമാണ്. അവിടെ ഇന്റർവ്യൂവിന് വേണ്ടി അവിടെ കിട്ടി, അവിടെ ജോലി ലഭിച്ചു. കാരണം അവിടെ പിന്നെ വിസയ്ക്ക് അപ്ലൈ ചെയ്യണം. അപ്പൊ ഞാൻ ആ സ്ഥലത്ത് പോയി അവിടെ വെയിറ്റ് ചെയ്തിട്ടെല്ലാം ഇവരുടെ ഓരോ ദിവസവും ഇത് ഡിലേ ആയിക്കൊണ്ടിരിക്കുക. കാരണം ആ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവിടെ സ്കൂളോ അങ്ങനത്തെ ഒന്നും ഇല്ല, കൊച്ചുങ്ങളെ കൊണ്ടുവരാനോ പള്ളിയോ അങ്ങനത്തെ ഒന്നും ഇല്ല. പക്ഷെ എന്നാലും നമുക്ക് ജോലി വേണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഞാൻ റെഡി ആയിട്ട് ഇങ്ങനെ പോയപ്പോഴത്തേനും അത് അങ്ങ് ഡിലേ ആയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഒരു ഫ്രൈഡേയില് ഞാൻ ഒരു മീറ്റിങ്ങിന് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ രാവിലെ ഒരു 2-3 ആഴ്ച ആയതുള്ളൂ എനിക്കിങ്ങനെ മെയിൽ അയച്ചിട്ട്. കാരണം ഇവർക്ക് ഇനി സ്പോട്ട് ഇല്ല, ഇനി നെക്സ്റ്റ് ഇയർ കൺസിഡർ ചെയ്യാന്ന് പറഞ്ഞ് ഇമിഗ്രേഷനിൽ നിന്ന് മെയിൽ വന്നിട്ട് 2 ആഴ്ച ആവുന്നുള്ളൂ. പെട്ടെന്ന് ഇവിടെ ഇമിഗ്രേഷനിൽ നിന്ന് ഒരു മെയിൽ വന്നു, അവർക്ക് പെട്ടെന്ന് നമ്മുടെ സ്റ്റാറ്റസ് വീണ്ടും അവരോട് അപ്ഡേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട്.
അപ്പം എനിക്ക് പെട്ടെന്ന്, കാരണം ആ ദിവസമാണ് മറ്റേ ആൾക്കാർ എനിക്ക് വിസ അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞിരിക്കുന്ന ദിവസം. അപ്പം എനിക്ക് ആ കൺഫ്യൂഷനായ കർത്താവേ, കാരണം ഇതിനു വേണ്ടി നമ്മൾ ഇനിയും വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമുക്ക് ഓൾറെഡി ഒരു ജോലി കിട്ടി കയ്യെ വന്നിരിക്കുവ. അപ്പൊ ഞാന് കർത്താവേ, കാരണം ഇത് ഭയങ്കര നല്ലത്, മറ്റേത് എന്താ എടുക്കണം തീരുമാനം എടുക്കാനും അറിയത്തില്ല. അങ്ങനെ ഞാൻ കർത്താവേ, എന്നേലും നീ ചെയ്തേ പറ്റത്തുള്ളൂ, എനിക്ക് എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞ് സത്യം പറഞ്ഞാൽ അങ്ങ് സർവ്വവും ദൈവത്തിന് സമർപ്പിച്ച് ദൈവത്തിന് അങ്ങ്, ദൈവം എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ നിൽക്കത്തില്ലേ, ആ ഒരു അവസ്ഥയായിപ്പോയി. ആ അവസ്ഥയിൽ ഞാൻ ദൈവത്തോട് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ പ്രാർത്ഥന കഴിഞ്ഞിട്ട് എണീറ്റപ്പോഴത്തേക്കിന് നോക്കിയപ്പോ എനിക്ക് ഓൾറെഡി ഈ ന്യൂ സൗത്ത് വെയിൽസിൽ നിന്നുള്ള PR പോലുള്ള ഒരു വിസയാ, അതൊരു റീജിയണൽ വിസയാ, ഇതിനുള്ള ഇൻവിറ്റേഷൻ വന്ന് കിടക്കുക. അദ്ദേഹത്തിന് സ്തോത്രം. അപ്പൊ എനിക്ക് ഇവിടെ ആണെങ്കിൽ ചർച്ചിൽ പള്ളിയിൽ പോകാൻ പറ്റി. ഈ സ്ഥലത്തോട്ട് വരുവാണെങ്കിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, കുഞ്ഞുങ്ങൾക്ക് നല്ല സ്കൂള്, ചർച്ച്, ഇതെല്ലാം ഉണ്ട്. അപ്പൊ അങ്ങനെ ഞാൻ മറ്റവരോട് പറഞ്ഞിട്ട് വിസ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട, മറ്റേ ജോലിയുടെ ഇത് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ച് ന്യൂ സൗത്ത് വെയിൽസിൽ വന്നു. അപ്പൊ ന്യൂ സൗത്ത് വെയിൽസിൽ വന്നു വീണ്ടും പിന്നെ നമ്മൾ ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുക. അപ്പൊ ദൈവത്തിന്റെ കൃപയാൽ നമുക്ക് വിസ ഉള്ളതുകൊണ്ട് ജോലിയൊക്കെ ഇഷ്ടംപോലെ ജോലിയൊക്കെ കിട്ടാൻ തുടങ്ങി. കാരണം പല പല സ്ഥലത്തു നിന്ന് 3-4 നിന്നൊക്കെ ജോലി ലഭിച്ചു. അപ്പം ആ സമയത്ത് ചേച്ചിയാണ്, ഞാൻ ചേച്ചിയോടെ ചോദിക്കുന്നത് എന്നാ വേണമെന്ന്. അപ്പൊ അങ്ങനെ ചേച്ചി വാഗവാഗ എന്ന് പറഞ്ഞൊരു സ്ഥലത്തു നിന്ന് എനിക്കൊരു കാഷ്വൽ ജോബ് കിട്ടി. കാഷ്വൽ എന്ന് പറയുമ്പോൾ സ്ഥിരമായിട്ടല്ല, പക്ഷെ കാഷ്വൽ ജോബ് അവിടുന്ന് കിട്ടിയ. പക്ഷെ അവിടെ നല്ലൊരു ചർച്ച ഉണ്ടെന്ന് ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞേ. അത് ഞാന് ഫുൾ ടൈം പെർമനന്റ് ആയിട്ടൊക്കെ വേറെ അടുത്തൊക്കെ കിട്ടി. പക്ഷെ ഈ ഇവിടെ ചർച്ച ഉള്ളത് കൊണ്ട് ഞാൻ ഓർത്തു, കർത്താവേ ഇതായിരിക്കും എനിക്ക് അനുഗ്രഹം എന്ന് പറഞ്ഞിട്ട് ഞാന് ഈ ഒരു തീരുമാനം എടുത്ത് ഈ കാഷ്വൽ ജോബിന് വേണ്ടി വന്നു കേട്ടോ. അത് ദൈവത്തിന്റെ വലിയൊരു പദ്ധതിയായിരുന്നു. ഞാൻ ആ ദേശത്ത് കടന്നു പോകുന്ന എന്റെ വലിയ അനുഗ്രഹത്തിന് കാരണമായി. അവിടെ ചെന്ന് ഒരു അനുഗ്രഹിക്കപ്പെട്ട ചർച്ചയിൽ എനിക്ക് തന്നെ ദൈവം സഹായിച്ചു. അവിടുത്തെ പാസ്റ്റർ ഏലിയാസ് പാസ്റ്റർ, ഒരു മോളെ പോലെ നമ്മളെ വാത്സല്യത്തോടെ നോക്കുന്ന ഒരു പാസ്റ്റർ. അപ്പൊ എന്നെ ഒരു തുടക്കക്കാരി എന്നുള്ള രീതിയിൽ അവരൊക്കെ ആ രീതിയിൽ പാസ്റ്ററിനെ ഒരു കൂടുതൽ ദൈവത്തോട് പ്രാർത്ഥിക്കണം, കൃപാവരങ്ങൾ പ്രാപിക്കണം, അങ്ങനെയൊക്കെ ഒരു സപ്പോർട്ട് എനിക്ക് ആ സമയത്ത് പാസ്റ്ററിൽ നിന്ന് കിട്ടുമായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ പിന്നെ നല്ല ഭയങ്കര കൂട്ടായ്മ ഉള്ളത്. അപ്പം നമ്മളിങ്ങനെ ഒരു ഇതിന്ന് വന്നതാണെങ്കിൽ പോലും ആൾക്കാർക്കൊക്കെ നമ്മളോട് ഭയങ്കര സ്നേഹവും കരുതലും ഒക്കെയാണ്. അങ്ങനെ എനിക്കിവിടെ ജോലി വലിയ അനുഗ്രഹമായിരുന്നു, ജോലിയിലെ വലിയ അനുഗ്രഹമായിരുന്നു. പിന്നീട് പെട്ടെന്ന് തന്നെ ദൈവം എനിക്ക് ആ ജോലി പെർമനന്റ് ആക്കി തന്നു. അങ്ങനെ അനുഗ്രഹമായിട്ട് അവിടെ ആ ചർച്ചിൽ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ എനിക്ക് പരിശുദ്ധാത്മാഭിഷേകത്തിന് വേണ്ടി വലിയ ആഗ്രഹം. അപ്പൊ ഞാൻ അബുദാബിയിലായിരുന്ന സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ അഭിഷേകത്തിന് വേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കുമായിരുന്നു. അന്ന് എനിക്ക് അന്യഭാഷ വരെ ദൈവം തന്നേ. അപ്പൊ എനിക്ക് എന്നാൽ ഈ ആൾക്കാരൊക്കെ ഈ അഭിഷേകം വരുമ്പോൾ അവർക്ക് വലിയൊരു എന്നാ പറയുന്ന ദൈവത്തിനെ കൂടുതൽ അനുഭവിക്കാം, കൂടുതൽ ശരീരത്തിൽ അത് അനുഭവിക്കാൻ അറിയും. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു, കർത്താവേ എനിക്കും അങ്ങനൊരു ഇത് വേണം. കാരണം പരിശുദ്ധാത്മാഭിഷേകം കിട്ടിയെന്ന് എനിക്കൊരു ഉറപ്പ് വേണം കർത്താവേ എന്ന് പറഞ്ഞിട്ട് എനിക്ക് വലിയ ഒരാഗ്രഹവും പ്രാർത്ഥനയായിരുന്നു. അപ്പൊ എന്റെ ഈ ജോലിയിലെ ഈ ഡയാലിസിസ് ഞാൻ ചെല്ലുമ്പോൾ അവിടെ സൺഡേ മോർണിംഗ് ഡ്യൂട്ടി. അപ്പം പല സമയത്തും എനിക്ക് സഭായോഗം സൺഡേയിൽ 1-2 തവണയൊക്കെ എനിക്ക് പോകാൻ പറ്റാതെ വരും. അപ്പൊ എനിക്കതൊരു വലിയൊരു ഭാരമാണ്. എനിക്ക് കർത്താവേ, എനിക്ക് ആ സമയത്ത് ജോലിക്ക് പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാനൊരു 2 ആഴ്ചയോളം ചർച്ചയിൽ എനിക്ക് പോകാൻ പറ്റിയില്ല. മറ്റു പ്രേയേഴ്സിനൊക്കെ പോകും, സൺഡേയിൽ അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. അപ്പൊ എന്റെ ആ വലിയ സന്തോഷം എനിക്ക് അങ്ങോട്ട് കിട്ടുന്നില്ല. അപ്പൊ 3-ാമത്തെ സൺഡേ ഞാൻ 2 സൺഡേ പോയില്ല. 3-ാമത്തെ സൺഡേ ഞാൻ ചർച്ചിൽ പോകും. അപ്പൊ എനിക്ക് എങ്ങനെയെങ്കിലും പോയി കർത്താവിനെ അങ്ങ് ആരാധിച്ചാൽ മതി, ആരാധന തീരല്ലേ ദൈവമേ, വർഷിപ്പ് തീരല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയി അങ്ങ് ആരാധിക്കണം എന്ന് പറഞ്ഞ വലിയ ആഗ്രഹത്തിൽ ഞാൻ പോയി. അപ്പം പ്രാർത്ഥിച്ച് ആരാധിച്ചുകൊണ്ടിരിക്കുക. ഭയങ്കര ആഗ്രഹത്തിലോ ഇതിലോ പ്രാർത്ഥിക്കുന്നേ കേട്ടോ, ആരാധിക്കുന്നേ. എന്നിട്ട് അവിടുത്തെ ഒരു പ്രത്യാശഗാനം പാടിയപ്പോഴും എനിക്ക് വലിയൊരു അഭിഷേകം എന്റെ ദൈവം എനിക്ക് തന്നു കേട്ടോ. എന്ന് വെച്ചാൽ വലിയ അത്യന്തമായ ഒരു ശക്തി എന്നിൽ വന്നത് ഞാൻ അറിഞ്ഞു. എന്നിട്ട് കുറച്ചൊരു ഫ്യൂ സെക്കൻഡ്സ് ഞാൻ ഈ ലോകത്തിലല്ലായിരുന്നു. ഞാൻ ഒരു വേറൊരു അനുഭവത്തിലായിരുന്നു ഞാൻ. അത് കഴിഞ്ഞിട്ട് എനിക്ക് ശരീരത്തിൽ താങ്ങാൻ വയ്യാത്തൊരു ഭാരം, എനിക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ പാസ്റ്റർ ഇതറിഞ്ഞു കേട്ടോ. പാസ്റ്റർ ആ സമയത്ത് എന്റെ തലയെ വന്ന് കൈവച്ച് പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട്. അപ്പൊ എനിക്കങ്ങ് ഞാൻ വീണു പോവോ, അങ്ങനെ ആ ദൈവത്തിന് വലിയൊരു അത്യന്ത ശക്തി എന്നിൽ അന്ന് വ്യാപരിപ്പാൻ അന്ന് എന്റെ എത്രത്തോളം എനിക്ക് നന്ദി പറഞ്ഞാലും പറ്റത്തില്ല. ഒരു യോഗ്യതയില്ലാത്ത എന്നെ എന്റെ ദൈവം സ്നേഹിച്ചു, കരുതി, അവിടുത്തെ മകളാക്കി തീർത്തു.
എന്നിട്ട് അവിടുത്തെ വലിയ ശക്തി, അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്നിൽ ഇറക്കിയത് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എത്ര നന്ദി പറഞ്ഞാലും അന്ന് എനിക്ക് മതിയാത്തില്ല. കർത്താവെ, നീ എന്നെ ഇത്രത്തോളം സ്നേഹിച്ചല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ ദൈവത്തോട് നന്ദി പറഞ്ഞു അന്ന് തുള്ളിച്ചാടി ആരാധിച്ചു ദൈവത്തെ. അതിനുശേഷം അങ്ങനെ ചർച്ചിലൊക്കെ അനുഗ്രഹമായിട്ട് പോയി. ആ സമയത്ത് അവിടുത്തെ യൂത്ത് മീറ്റിംഗ് കോർഡിനേറ്റർ ആയിട്ടൊക്കെ എന്നെ ചർച്ചിലെടുത്തു. അങ്ങനെ 1-2 വർഷമൊക്കെ അതൊക്കെ എന്റെ ജീവിതത്തിലെ അനുഗ്രഹമായിരുന്നു കേട്ടോ. യൂത്ത് മീറ്റിംഗ് എന്താണെന്നൊന്നും കണ്ടിട്ടില്ലാത്ത ഞാൻ അവിടുത്തെ കോർഡിനേറ്റർ ആയിട്ടൊക്കെ ദൈവം ജോലി അങ്ങനെ ചെയ്യാനൊക്കെ ദൈവം അനുവദിച്ചു. സൺഡേ സ്കൂൾ പഠിപ്പിക്കാന് വലിയ അനുഗ്രഹമായിരുന്നു ആ ചർച്ച എന്റെ ജീവിതത്തില്. അങ്ങനെ ഞങ്ങള് അതിനുശേഷം ദൈവം ആ സമയത്ത് ആ സമയത്ത് എനിക്കൊരു കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്കൊരു നെക്ക് പെയിൻ വന്നു. നെക്ക് പെയിൻ വന്നപ്പോഴത്തേക്കിന് അതിന് പോയി ഒരു MRI സ്കാൻ എടുത്ത് നോക്കിയപ്പം എന്റെ തലയിൽ ഒരു ചെറിയ ബ്രെയിനിൽ ഒരു ചെറിയ സിസ്റ്റം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ അങ്ങനെ ആ സമയത്ത് ഞാൻ നാട്ടിലൊന്ന് പോയി. ഒന്ന് നാട്ടിൽ പോയി. അതെനിക്കൊരു ഭാരം ഉണ്ടാക്കിയില്ല കേട്ടോ സത്യമായിട്ടും. എന്നിട്ട് ഞാൻ നാട്ടിൽ പോയി MRI സ്കാൻ എടുത്തപ്പോൾ അതൊരു നോർമൽ സിസ്റ്റ് ആണ്. പക്ഷെ എന്റെ നെക്കിലെ പ്രശ്നം ഭയങ്കര സിവിയർ ആണ്. 2 ഡിസ്ക് ഡീജനറേഷൻ ഉണ്ട്, ഡാമേജ് ആണെന്നൊക്കെ പറഞ്ഞു. അപ്പം ആ സമയത്ത് ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെയും കൂടെ ആ ഒരു ആഗ്രഹം മനസ്സിലിരിക്കുന്ന സമയത്താണ് എനിക്ക് ഇത്രയും വലിയ പ്രശ്നം ഉണ്ടെന്ന് അറിയുന്നത്. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇനിയിപ്പം ഈ ഒരു ട്രീറ്റ്മെന്റ്, കാരണം ജോലിക്ക് പോകുമ്പോഴത്തേനല്ല നമുക്ക് ഫുള്ള് പെയിൻ ആവും. ജോലി മര്യാദയ്ക്ക് വന്നു കഴിയുമ്പോൾ 2 ദിവസം കഴിയുമ്പോൾ ഫുൾ പെയിന്, നീര്, അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഈ കുഞ്ഞ് ഇനിയിപ്പം നമുക്ക് നടക്കാത്തൊരാഗ്രഹമാണ്, അത് ക്ലോസ് ചെയ്തൊരാഗ്രഹമാണ്. പക്ഷെ അന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേനും ദൈവത്തിന്റെ ആത്മാവ് ദൈവം പാസ്റ്റർ ഇങ്ങനെ ഒരു പ്രസംഗിക്കുകയാണ്, അസാധ്യങ്ങളെ ദൈവം സാധ്യമാക്കുന്ന ദൈവം. നമ്മുടെ മൂടി വെച്ച സ്വപ്നങ്ങളെ കർത്താവിന്റെ മരണത്തോടെ മൂടി വെച്ച സ്വപ്നങ്ങളെ കർത്താവിന്റെ ഉയർപ്പിലൂടെ അത് നമുക്ക് സാധ്യമാകുമെന്ന്. അപ്പൊ പെട്ടെന്ന് എന്റെ മനസ്സിൽ ഈ ഒരു ആഗ്രഹം തന്നെ അങ്ങ് വന്നു. അപ്പൊ ദൈവമേ, എനിക്ക് തന്ന ദൈവം തന്ന ആലോചന, എനിക്ക് ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. എന്റെ രോഗങ്ങളോ എന്റെ പ്രശ്നങ്ങളോ ഒന്നും ഒരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. വീണ്ടും ദൈവത്തോട് ദൈവമേ എനിക്ക് കുഞ്ഞിനെ തരണേ എന്ന് പറഞ്ഞിട്ട് വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ദൈവം ഞങ്ങൾക്ക് 3ാമതൊരു കുഞ്ഞിനെ തന്നു. അപ്പൊ എന്റെ വീട്ടില് എന്റെ ഹസ്ബൻഡിനും എല്ലാവർക്കും പേടിയാ. കാരണം എന്റെ ഈ അസുഖം വെച്ചിട്ട് എനിക്ക് ഒരിക്കലും ഒരു കുഞ്ഞിനെയും കൂടെ ക്യാരി ചെയ്യാൻ പറ്റുമെന്ന് അവർക്ക് തോന്നില്ല. പക്ഷെ എന്റെ ദൈവം ഇടപെട്ടെ, ദൈവത്തിന്റെ ആഗ്രഹമായിരുന്നു അത്. അപ്പൊ എനിക്ക് 100% ഷുവറായി. അത്ഭുതം എന്ന് പറയട്ടെ, ആ പ്രഗ്നൻസിയിൽ ദൈവം എന്റെ ഈ അസുഖം എടുത്തു മാറ്റി. എനിക്ക് പൂർണ്ണമായിട്ട് ദൈവം എന്റെ ആ നെക്കിന്റെ പ്രോബ്ലത്തിന്ന് ഇനിയിപ്പൊ പിന്നെ ആ സ്കാനും ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ എനിക്കറിയാം എന്റെ പഴയ അവസ്ഥയിൽ നിന്ന് ദൈവം എത്രത്തോളം അത്ഭുതകരമായിട്ടാണ് അത് മാറ്റിയെന്ന്. അങ്ങനെ ദൈവം ഞങ്ങൾക്ക് കുഞ്ഞിനെ തന്നു. പിന്നെ എന്നാ സംഭവിച്ചെന്ന് പറഞ്ഞാൽ 5ാം മാസത്തിൽ നമുക്കൊരു ഫുൾ സ്കാനിങ് ഉണ്ടല്ലോ കുഞ്ഞിന്റെ 5ാം മാസത്തിൽ, അതായത് പ്രഗ്നൻസിയുടെ 5ാം മാസത്തിലെ സ്കാനിങ്ങില് എന്നാ പറ്റിയെന്ന് വെച്ചാല് ഇവര് കൊച്ചിന്റെ ഹാർട്ടില് 2 സ്പോട്ട് ഉണ്ട്. അത് എന്തോ ഒരു അബ്നോർമാലിറ്റി ആണ് കാണിക്കുന്നത്. അതിനെന്തോ കുഴപ്പമുണ്ടെന്നുള്ള രീതിയിൽ ഇവര് പറഞ്ഞു. അപ്പൊ ഇനി അവർക്കൊരു ഫർദർ ഡയഗ്നോസിസിലോട്ട് വരണമെങ്കിൽ ഇനി അടുത്ത സ്കാൻ ചെയ്യണം. അപ്പൊ എന്റെ കുഞ്ഞിന്റെ ഹാർട്ട് വലുതായിട്ട് 1 മാസത്തോടെ കഴിഞ്ഞിട്ട് അടുത്ത സ്കാൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മുടെ അടുത്ത് ഇത് ഡോക്ടർ വിളിച്ചു പറയും. നമ്മൾ അങ്ങ് ആകെ തകർന്നു പോയി. കർത്താവെ, ഇനി എന്തായി തീരും, വയ്യാത്തൊരു കുഞ്ഞാണോ നമുക്ക്, എന്നാ ദൈവമേ എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങ് ആകെ തകർന്നു പോയിട്ട് പാസ്റ്ററെ വിളിച്ചു. പാസ്റ്ററും ചേച്ചിയൊക്കെ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചു. പിന്നെ എന്നാ സംഭവിച്ചതെന്ന് പറഞ്ഞാല്, ഞാൻ എപ്പോ ഇതിനെപ്പറ്റി ഭാരപ്പെടുന്നു, ദൈവത്തിന്റെ വലിയൊരു ശക്തി ഉണ്ടല്ലോ. അല്ല, അമ്മ ആശ്വസിപ്പിക്കും പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കുന്ന ദൈവത്തിന്റെ ഒരു വചനം അതിന് മുന്നേ എന്റെ ഹൃദയത്തിൽ ഇങ്ങനെ കടന്നു വന്നു. അയ്യോ, ദൈവത്തിന്റെ വലിയൊരു ആശ്വാസമായിരുന്നു ഞാൻ ത്രൂ ഔട്ട് ആ ഒരു പീരീഡിൽ അനുഭവിച്ചേ. ഞാൻ ഇപ്പൊ ഒന്ന് ഡിപ്രഷനിൽ നമ്മളെ മാനസികമായിട്ട് പെട്ടെന്ന് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ചിന്തിക്കത്തില്ലേ, ആ സമയത്ത് ദൈവത്തിന്റെ ഒരു വചനം എന്നിൽ ഇടപെടും. ഒന്നേ ഒരു പാട്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മള് ഫോൺ എടുക്കുമ്പോ എന്തെങ്കിലും ഒരു വചനം ഫോണിൽ വരുന്നതായിരിക്കും. അങ്ങനെ അന്നത്തെ ആദ്യത്തെ ദിവസത്തിന് ഞാൻ കേട്ടതാണ്, കരുതുന്നത് ഞാനല്ലയോ കലങ്ങുന്നത് എന്തിനെന്ന്. ആ ഒരു ഡയഗ്നോസിസ് കേട്ടിട്ട് ഞാൻ വന്നിട്ട് കേൾക്കുന്നതാണ് ഈ പാട്ട്. അപ്പൊ ഈ പാട്ടിനൊക്കെ നമ്മുടെ ഒരു അനുഭൂതി വരുമ്പോഴാണല്ലോ ഈ പാട്ടിനൊക്കെ ഇത്രത്തോളം ഒരു ശക്തി നമ്മളിൽ തരുന്നത്.
അപ്പൊ അങ്ങനെ കർത്താവ് എന്നെ ഇങ്ങനെ ആശ്വസിപ്പിച്ചുകൊണ്ടില്ല കയ്യിലെ കർത്താവ് ഓമനിച്ചു കൊണ്ട് നടക്കുന്ന പോലെ ഒരു അനുഭവമായിരുന്നു. എനിക്കതൊരു സത്യം പറഞ്ഞാൽ അതൊക്കെ ഓർക്കുമ്പോ ഇന്നൊരു സന്തോഷം, എന്നിട്ട് ഇച്ചിരി വിഷമം വന്നെങ്കിലും പിന്നെ നിനക്ക് കഷ്ടതയുടെ അപ്പവും ഞെരുക്കത്തിന്റെ വെള്ളം തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കത്തില്ലെന്ന് പറയുന്നത് പോലെ അമ്മ ആശ്വസിപ്പിക്കും പോലെ ആശ്വസിപ്പിക്കുന്ന ഒരു നല്ല കർത്താവിനെ ഞാൻ ആ സമയത്തൊക്കെ രുചിച്ചറിഞ്ഞു. അത് കഴിഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞ് പോയി നോക്കിയപ്പോ അവന്റെ ഹാർട്ടിന് ഒരു കുഴപ്പമില്ല. വളരെ ആരോഗ്യകരമായ ഒരു ഹാർട്ടാണ് ദൈവം അവന് കൊടുത്തേക്കുന്നതെന്ന് കേൾക്കാനിടയായി. അങ്ങനെ ദൈവത്തിന് സ്തോത്രം. അങ്ങനെ അങ്ങനെ ദൈവം ഞങ്ങൾക്ക് എളയച്ചൻ തന്നു. പിന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ പല 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 കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ, അതിനുശേഷം പല രോഗങ്ങളും, ഒരു പ്രാവശ്യം കുഞ്ഞ് ഒന്ന് ചോക്ക് ചെയ്തു. അങ്ങനെയൊക്കെ അതൊക്കെ എല്ലാം ദൈവം പൊന്നുപോലെ സൂക്ഷിച്ചു. കണ്ണിലെ കൃഷ്ണമണി പോലെ കാക്കുന്ന ഒരു ദൈവം. ഒരു ആപത്തും ഇല്ലാതെ ദൈവം ഞങ്ങളെ നടത്തി. ആ സമയത്ത് ഞങ്ങൾക്ക് ഇങ്ങനെ ഇവിടെ സ്ഥിരമായിട്ട് നിൽക്കുന്ന പെർമനന്റ് റെസിഡൻസി ഒക്കെ തന്നു. അപ്പൊ ഞങ്ങൾക്ക് ഒരു ആഗ്രഹം, ഒരു വീടൊക്കെ വാങ്ങിക്കണമെന്ന്. അപ്പൊ ആ പ്രഗ്നൻസിയുടെ സമയത്ത് തന്നെ ഞങ്ങൾ ഇവിടെ ദൈവത്തിന്റെ ഒരു നടത്തിപ്പാ. കാരണം ഞങ്ങൾക്ക് അങ്ങനെ ഒരെണ്ണം നോക്കി കണ്ടുപിടിക്കാനോ അത് മേടിക്കാനോ അതിനുള്ള പ്രാപ്തിയൊന്നും ഇല്ല. അപ്പൊ അതല്ല, ദൈവത്തിന്റെ നടത്തിപ്പാണെന്ന് നമുക്കത് വ്യക്തമായിട്ട് നമ്മളെ അറിയുന്നവർക്കും ഒക്കെ മനസ്സിലാവും. കർത്താവ് തന്നെ ഞങ്ങളെ ഈ മെൽബണിലോട്ട് കൊണ്ടുവന്നു. അപ്പൊ ഇവിടെ മെൽബണിൽ ഒരു സ്കൂള്, കുറച്ച് സ്പിരിച്വൽ കാര്യങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സ്കൂള്, ഐറ്റോസ് ക്രിസ്ത്യൻ കോളേജ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പിള്ളേർക്ക് കൂടുതലല്ല, എല്ലാ പിള്ളേരും പെന്റക്കോസ്റ്റൽ വിഭാഗത്തിൽ നിന്നുള്ള പിള്ളേർ അവിടെ പഠിക്കുന്നതല്ല. അപ്പൊ ഈ സ്കൂളിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇത്തിരി പാടാ. പക്ഷെ ദൈവം നമുക്ക് അത്ഭുതകരമായിട്ട് ഈ കുഞ്ഞുങ്ങൾക്ക് ഇവിടെ അഡ്മിഷൻ തന്നു. അപ്പൊ ദൈവത്തിന്റെ ഒരു നടത്തിപ്പ് എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഈ ദേശത്തേക്ക് കടന്നു വന്നു. അങ്ങനെ ഞങ്ങൾക്ക് ദൈവം ഇവിടെ ഒരു ഭവനം ഒരുക്കി. പല പല എല്ലാം ദൈവം ഒരുക്കി. നമുക്കത് മേടിക്കുന്നതിനും എന്റെ മെറ്റേണിറ്റി ഇത് ലോണിന്റെ കാര്യങ്ങളൊക്കെ കുറച്ച് വീടിന്റെ പണിയൊക്കെ തീരേണ്ടതുകൊണ്ട് കുറെ ഡിലേ ഒക്കെ വന്നു കേട്ടോ. അപ്പം ഇതിനി നമുക്ക് കിട്ടത്തില്ല എന്നൊരു രീതിയിലോട്ട് വന്നു. പക്ഷെ ദൈവം എന്താ പറയുന്നേ, അവൻ്റെ എല്ലാം ഉവ്വ് എന്നല്ല ഉള്ളു. അപ്പം കർത്താവ് എല്ലാം അനുഗ്രഹമായിട്ട് ഞങ്ങൾക്ക് ഈ ദേശത്ത് ദൈവം എല്ലാം തന്നു. കുഞ്ഞുങ്ങളെ ദൈവം അത്ഭുതകരമായിട്ട് നടത്തി. അതിനുശേഷം ഞങ്ങള് ഈ കഴിഞ്ഞ ജൂലൈയില ഈ ദേശത്തോട്ട് കടന്നു വരാൻ ദൈവം ഇടയാക്കിയത്. കുഞ്ഞുങ്ങളെയൊക്കെ അനുഗ്രഹമായിട്ട് ദൈവം ഞങ്ങളെ നടത്തി. ആ സമയത്ത് അതിനുശേഷം ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷം ഞങ്ങളുടെ കൊച്ചു കുഞ്ഞിനെ പെട്ടെന്ന് ഇവന്റെ ഒരു ദിവസം രാവിലെ എണീറ്റപ്പം കുഞ്ഞിന്റെ ദേഹത്തൊക്കെ റാഷസ്. പെട്ടെന്ന് ഈ റാഷ് കുഞ്ഞിനെ ചിൽഡ്രൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പൊ ഇവര് കൊച്ചു കുഞ്ഞായതുകൊണ്ട് ഇവർ ഒരു റിസ്ക്കും എടുക്കത്തില്ല. അവരൊരു സെപ്റ്റിക് ആയി എന്നുള്ള രീതിയിൽ അതിനുള്ള ട്രീറ്റ്മെന്റ് എല്ലാം അങ്ങ് ചെയ്യാൻ തുടങ്ങി. ആന്റിവൈറലോ ആന്റിബാക്ടീരിയൽ ഇതിൽ. അപ്പൊ കുഞ്ഞിന്റെ ദേഹം ഫുള്ളങ്ങ് റാഷായി. പെട്ടെന്ന് അങ്ങ് എന്നാ സംഭവിച്ചതെന്ന് അറിയത്തില്ല, ഫുള്ളങ്ങ് റാഷായിട്ട്. നമുക്ക് കുഞ്ഞിന് വേദനയാ, നമുക്കത് കാണാൻ പറ്റുന്നില്ല. അത് കഴിഞ്ഞപ്പോ രാത്രിയൊക്കെ ആയപ്പോഴത്തേക്കിന് ഇവർ കൊടുക്കുന്ന മരുന്നൊന്നും അങ്ങോട്ട് എഫക്റ്റ് ആവുന്നില്ലെന്ന് തോന്നുന്നു. കാരണം ഇവന്റെ മുഖത്തോട്ട് പിന്നെ അത് വരാൻ തുടങ്ങി. അപ്പോൾ രാത്രിയൊക്കെ ആയപ്പോഴത്തേനും ഞാൻ കർത്താവിന്റെ അടുത്ത് നല്ല വിളിച്ചു, കർത്താവേ എനിക്ക് പേടിയായിപ്പോയി, എന്നാ സംഭവിക്കുന്നതെന്ന് അറിയാൻ വയ്യ, അത് മരുന്ന് എഫക്റ്റ് ആവുന്നില്ലല്ലോ. അപ്പൊ ഞാൻ അന്ന് രാത്രി ഞാൻ കർത്താവിനോട് നല്ല വിളിച്ചു പ്രാർത്ഥിച്ചു, എന്റെ യേശുവേ എന്നാന്ന് വെച്ചാൽ ദൈവം. അപ്പോഴാ ആ ഒരു സീരിയസ്നെസ് അന്നേരം രാത്രി ഈ മുഖത്തോട്ടോടെ വരാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലാവുന്നേ. അപ്പം ശരിക്കും ദൈവത്തിന്റെ ഒരു സാന്നിധ്യം ഞാൻ ആ സമയത്തൊക്കെ അനുഭവിച്ചറിഞ്ഞു. ദൈവത്തിന് വലിയൊരു ആശ്വാസം അനുഭവിച്ചു. എന്നിട്ട് ദൈവം ഈ കുഞ്ഞിന് പെട്ടെന്ന് തന്നെ ഇവനൊരു മാറ്റമൊക്കെ വരാൻ തുടങ്ങി. സഭ ഞങ്ങൾക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. സഭയിലെല്ലാവരും പ്രാർത്ഥിച്ചു. സഭയുടെ ശ്രദ്ധേറിയ പ്രാർത്ഥന ഏറ്റവും ഫലം ചെയ്യുന്നു എന്ന് പറയുന്നത് ശരിക്കും ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞു. അതിനുശേഷം പിറ്റേന്ന് ആ സൺഡേ കഴിഞ്ഞ് ഉച്ചയായപ്പം തൊട്ടിട്ട് കുഞ്ഞങ്ങ് കംപ്ലീറ്റ്ലി നോർമൽ ആവാൻ തുടങ്ങി. ഇവന്റെ സ്കിന്നുകളെല്ലാം, ഇവന് പിന്നെ വേദനയൊന്നും ഇല്ല. ഈ സ്കിന്നെല്ലാം 2 ദിവസം കൊണ്ട് ആ റാഷസ് വന്ന സ്കിന്നെല്ലാം ഇളകി പോയിട്ട് 2 ദിവസം കൊണ്ട് ഇത് ഭയങ്കര നോർമലായി. ഇതിന്റെ കൃപയാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു എന്നാ പറയുന്നത്, കൂടുതൽ ശക്തിയോടെ നല്ല അനുഗ്രഹപ്പെട്ട സ്കിന്ന് ദൈവം കുഞ്ഞിന് പിന്നെ കൊടുത്തു കേട്ടോ. അനുഗ്രഹത്തോടെ എന്റെ കുഞ്ഞിന്റെ ആ ഒരു രോഗം തന്നെ ദൈവം കംപ്ലീറ്റ് ആയിട്ട് എടുത്തങ്ങ് മാറ്റി. അപ്പൊ ആ സമയത്തും ഞങ്ങൾക്ക് വീട്ടിന് വേണ്ടിയൊക്കെ അനേക ദേവദാസന്മാര് ഞങ്ങൾക്ക് വേണ്ടിയിട്ട്, ഒരുപാട് പാസ്റ്റർമാര് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഫിലിപ്പ് എബ്രഹാം പാസ്റ്റർ, ഏലിയാസ് പാസ്റ്റർ, ഞങ്ങളുടെ ചർച്ചിലെ പാസ്റ്റർ ബെനീസി മാത്യു, ഇവരെല്ലാം ഞങ്ങൾക്ക് വേണ്ടി ശക്തമായിട്ട് ഇപ്പൊ കുഞ്ഞിന് വേണ്ടിയിട്ടും എല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു കോട്ടയും അനുഗ്രഹം ഒക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഈ ദേശത്ത് ദൈവം ഞങ്ങളുടെ അനുഗ്രഹത്തോടെ നടത്തിയിരിക്കുന്നു. അപ്പം എനിക്ക്
അദ്ദേഹത്തിന്റെ കൃപയാല് ഞങ്ങളെ ദൈവം ഓരോ ദിവസവും വഴി നടത്തുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും, എന്റെ യേശുവിനെ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഏഹ് ഞാൻ പറയട്ടെ, എന്റെ അനുഭവ സാക്ഷ്യം വെച്ചിട്ട് ഞാൻ പറയുവാ, ഇതുപോലൊരു നല്ല ദൈവം വേറെ ഇല്ല. വിശ്വസ്തന, നീതിമാന. നമ്മൾ ചിലപ്പോ നമ്മളെ ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ട് വന്നാൽ പോലും നമ്മളെ കണ്ടിട്ടുള്ള ഒരു നല്ല ദൈവം നമ്മളിൽ നിന്ന് അകന്നു പോകത്തില്ല. നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും നമ്മളെ അന്ത്യത്തോളം നടത്താൻ ശക്തനാ. അന്ത്യത്തോളം നടത്താൻ ശക്തനാ. ആകാശത്തിന്റെ കീഴില് മനുഷ്യരുടെ ഇടയില് രക്ഷിക്കപ്പെടുമ്പോൾ വേറൊരു നാമവും ഇല്ല. ഈ യേശുവിന്റെ നാമം അല്ലാതെ വേറൊരു നാമവും ഇല്ല. വേറെ ആർക്കും നമ്മളെ രക്ഷിക്കാൻ പറ്റത്തില്ല. കാരണം ഈ രക്ഷ നിത്യരക്ഷയാ. അന്ത്യത്തോളം നമ്മളെ നടത്താൻ പറ്റുന്ന ഒരു രക്ഷയാ. ഈ കർത്താവിനെ, നമ്മൾ കർത്താവിനെ പിൻപറ്റുന്നെങ്കിൽ നമ്മൾ ഒരിക്കലും ലജ്ജിക്കപ്പെടേണ്ടി വരത്തില്ല. കാരണം ന- നമുക്ക് അന്ന് ഞാനിങ്ങനെ ഓരോ ശോധനയിൽ കൂടെ പോയ സമയത്ത് ജോയിസേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. ആഹ് ചിലപ്പം തട്ടാന് ഈ സ്വർണം കൊണ്ടുപോയി ഇതിനകത്ത് വെച്ചിട്ട് അതൊരിക്കലും മാറിയിരിക്കത്തില്ല. നമ്മുടെ ജീവിതത്തിൽ ശോധനകൾ വരുമ്പോഴ് നമ്മുടെ ആ പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴും ദൈവം നമ്മളെ മാറാതെ, ദൈവം തമ്പുരാന്റെ ആ ദൃഷ്ടിക്കുള്ളിലായിരിക്കും നമ്മളെ പൊന്നുപോലെ ദൈവം പുറത്തു കൊണ്ടുവരും. അപ്പൊ അതൊക്കെ എനിക്ക് ഭയങ്കര, അതൊക്കെ കേൾക്കുമ്പോ എനിക്ക് ആ ശോധനയിലൂടെ കടന്നു പോകുമ്പോഴൊക്കെ എനിക്ക് അത് വലിയ ആശ്വാസമായിരുന്നു അതൊക്കെ ഓർക്കുന്നത്. അപ്പൊ ഈ ദൈവത്തിനെ പോലെ നല്ലൊരു ദൈവം ഇല്ല. അവൻ ഒരിക്കലും മറക്കാത്ത ദൈവം, അന്ത്യത്തോളം നടത്താൻ ശക്തനായിട്ടൊരു നല്ല കർത്താവ. ആരെങ്കിലും, എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ കർത്താവിനെ രുചിച്ചറിയണം. എന്റെ യേശുവിനെ ഞാൻ രുചിച്ചറിഞ്ഞതാ. ഇതുപോലൊരു നല്ല ദൈവം വേറെ ഇല്ല. പിന്നെ എന്റെ ജീവിതത്തില് ഈ ഇടയ്ക്ക് നടന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞ സൺഡേയിൽ, ഇപ്പൊ ഒരാഴ്ച 8 ദിവസമാവുന്നു, ഞാൻ ജോലിക്ക് കടന്നുപോയ സമയത്ത് എന്റെ കാറ് പെട്ടെന്ന്, ഞാനിങ്ങനെ സ്ട്രെയിറ്റ് റോഡിൽ കൂടെ പോവാ. അപ്പൊ ഒരു ക്രോസ് റോഡിൽ കൂടെ വേറൊരു കാറ് കയറി വന്നിട്ട് എന്റെ കാറിൽ അങ്ങ് ഇടിച്ചു. കാറ് കംപ്ലീറ്റ് പോയി. പക്ഷെ എനിക്ക് ഒന്നും പറ്റിയില്ല കേട്ടോ. കർത്താവിന്റെ വിരിക്കപ്പെട്ട ചിറകിനകത്ത് ഞാൻ ഒരു കുഴപ്പമില്ലാതെ സുരക്ഷിതയായിട്ട്, കർത്താവിന്, യഹോവ എനിക്ക് ചുറ്റും പരിചയമാകുന്നു എന്ന് പറയുന്ന പോലെ എന്റെ ദൈവത്തിന്റെ ആ സംരക്ഷണത്തിനകത്ത് എനിക്ക് ഒരു കുഴപ്പവും പറ്റിയില്ല. തമ്പുരാന്റെ കൃപയാൽ ആ കുഞ്ഞ്, ഇതിലെ വന്ന കാറിലുണ്ടായിരുന്ന കൊച്ചിന് ഒരു കുഴപ്പവും പറ്റാതെ ദൈവം തമ്പുരാൻ സൂക്ഷിച്ചു. കാറ് കംപ്ലീറ്റ് ആയി ഡാമേജ് ആയിപ്പോയി. പക്ഷെ കർത്താവ് ഞങ്ങളെ രണ്ടുപേരെയും സൂക്ഷിച്ചു. ഈ ഒരു ഇതെനിക്കൊരു ഇത് ദൈവത്തിന്റെ ആ വിശ്വസ്തത എത്രത്തോളം, അവന്റെ പ്രൊട്ടക്ഷൻ എത്രത്തോളം, അത് വീണ്ടും എന്റെ ജീവിതത്തിൽ ഒന്നുകൂടെ രുചിച്ചറിയാൻ ദൈവം തമ്പുരാൻ ഇടയാക്കി. ഞാൻ അതിന്റെ കൂടെ തന്നെ എനിക്ക് ദൈവം പല പല കാര്യങ്ങൾ ഇതിൽ കൂടെ എനിക്ക് പറഞ്ഞു തന്നു. കാരണം ഈ ദൈവം, എനിക്ക്, നമ്മൾക്ക് ഈ ജീവിതം ഒന്നില് വളരെ ക്ഷണികമായിട്ടുള്ള ഒരു ജീവിതമാണ്, ഒന്നില് നമ്മുടെ മരണം, അല്ലെ കർത്താവിന്റെ വരവ്, ഏതാണേലും നടക്കും. അപ്പം കർത്താവിന്റെ മുന്തിരിത്തോപ്പിലെ ജോലിക്കാരാണ് നമ്മൾ ഓരോരുത്തരും. കർത്താവ് ഈ നമുക്ക് ദൈവം തന്നേക്കുന്ന ഒരു ജോലിയുണ്ട്. ദൈവം നമുക്ക് ഒരു അസൈൻമെന്റ് തന്നിട്ടുണ്ട്. അത് ഏറ്റവും ഭംഗിയോടെ ചെയ്യാൻ ദൈവം തമ്പുരാൻ നമ്മളെ കുറിച്ച് ഓരോരുത്തരെ ആഗ്രഹിക്കുന്നു. അപ്പം അത് ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉത്സാഹികളായിട്ട് നമ്മുടെ ഈ ഓട്ടം സ്ഥിരതയോടെ ഓടണം, കൂടുതൽ പ്രാർത്ഥനയില്. അപ്പം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ അതിനൊക്കെ സഹായിക്കും. നമ്മൾ ആ ഒരു ഉത്സാഹം ഉണ്ടായാൽ മതി. കാരണം ദൈവത്തിന്റെ മുന്തിരിത്തോപ്പിൽ നമ്മൾ ജോലിക്കാരാകുമ്പോൾ അലസരാവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നമ്മളിൽ നിന്നൊരു നല്ലൊരു ഫലം പുറപ്പെടുവിക്കാണ്, അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മുടെ ഒരു സമർപ്പണം മതി ദൈവത്തിന്. ബാക്കിയെല്ലാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ കൊണ്ട് നടത്തിക്കോളും. ദൈവം അതിന് നമ്മളെ എല്ലാവരെയും സഹായിക്കും. കാരണം നമ്മുടെ ആ ഒരു അവസാന സമയമാകുമ്പം നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ ചെല്ലുമ്പോൾ അനേക വിശുദ്ധന്മാരുടെ നടുവിൽ നിന്ന് ദൈവം നമ്മളെ വിളിക്കുമ്പോൾ, നമ്മള് ദൈവം തന്ന അസൈൻമെന്റ്സ് ഒക്കെ പൂർത്തിയാക്കിയിട്ട് സന്തോഷത്തോടെ നമ്മള് നല്ലവനും വിശ്വസനമായുള്ള ദാസനേ എന്നൊരു വിളി കേട്ട് പോവാൻ ദൈവം നമ്മളെ കുറിച്ച് ഓരോരുത്തരെയും പറ്റി ആഗ്രഹിക്കുന്നു. അപ്പം അതിനു വേണ്ടിയിട്ട് ദൈവം തമ്പുരാൻ നമ്മളെല്ലാരെയും അനുഗ്രഹിക്കട്ടെ. ആ ഒരു പ്രത്യാശയോടെ ആ തമ്പുരാന്റെ ആ വിളിയെ കാത്ത് ജീവിപ്പാൻ ദൈവം തമ്പുരാൻ നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എനിക്ക് സാക്ഷ്യം തന്ന, എനിക്ക് അവസരം തന്ന
ആസാദി ചാനലിലോട്ടുള്ള നന്ദി ഈ സമയത്ത് ഞാൻ അറിയിക്കുന്നു. പ്രിയപ്പെട്ട ചേച്ചി, പ്രിയപ്പെട്ട പാസ്റ്റർ, ഫിന്നി പാസ്റ്റർ, എനിക്ക് ഈ അവസരം തന്നതിനായിട്ട് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എനിക്ക് ഈ ചേച്ചി എൻ്റെ ഈ സാക്ഷ്യം കേട്ടത് വേറൊരു ചാനലില്, ശാലോം ക്രിസ്ത്യൻ അസംബ്ലിയില് പാസ്റ്റർ ബെന്നിസി മാത്യു വഴിയാണ് എനിക്ക് ആ ശാലോം ക്രിസ്ത്യൻ അസംബ്ലിയിൽ ഒരു സാക്ഷ്യം പറയാൻ ദൈവം അവസരം തന്നത്. അങ്ങനെ ചേച്ചി ആ സാക്ഷ്യം കണ്ട് ദൈവം എനിക്കൊരു അവസരം തന്നതാണ്. സകല മഹത്വം കർത്താവിന് അർപ്പിക്കുന്നു. ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു കർത്താവ് ഒരുക്കിയതാണ്. സകല മഹത്വം കർത്താവിന് അർപ്പിച്ചുകൊണ്ട് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. താങ്ക് യു മോളെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമായിരുന്നു. ഞാൻ ഓൾറെഡി മോള് പറഞ്ഞതുപോലെ ഞാൻ ഫേസ്ബുക്കിൽ ഞാൻ സാക്ഷ്യം കണ്ട്, അങ്ങനെയാണ് ഞാൻ നമുക്ക് ടെസ്റ്റ് മണിക്ക് അശ്വിൻ എന്ന് പറയുന്ന മോൻ വന്നായിരുന്നു ഓസ്ട്രേലിയയിൽ നിന്ന്. എന്നിട്ട് ഞാൻ പെട്ടെന്ന് ഓർത്ത് മോടെ നമ്പർ എങ്ങനെ കിട്ടാൻ പറ്റും, അങ്ങനെ ഞാൻ ആ മോനോട് ചോദിച്ച് അങ്ങനെയാണ് മോടെ നമ്പർ നമുക്ക് കിട്ടിയത്. അന്ന് ഞാൻ കേട്ടെങ്കിൽ പിന്നെ എനിക്ക് ഒത്തിരി സന്തോഷം ഇന്ന് സാക്ഷ്യം കേട്ടപ്പം. കർത്താവ് എത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്നു എന്ന് അതിൻ്റെ നല്ലൊരു ഉദാഹരണമാണ് രമ്യയുടെ സാക്ഷ്യം. ഓരോ സമയവും കർത്താവ് അത്ഭുതകരമായി കരം പിടിച്ച് കർത്താവ് നടത്തി, ഇല്ലയോ? എല്ലാ പ്രതികൂലങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതിൻ്റെ എല്ലാ ആ സമയത്ത് കർത്താവ് തക്ക സമയത്ത് കടന്നു വന്ന് ആ പ്രതികൂലങ്ങളെല്ലാം മാറ്റി കർത്താവ് അതിനെല്ലാം മറുപടി തന്ന അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമാണ് നമ്മൾ കണ്ടത്. കർത്താവ് സ്നേഹിച്ചു അധികമായിട്ട്, അതുപോലെ രമ്യ അതുപോലെ അധികമായിട്ട് കർത്താവിനോട് പറ്റിച്ചേർന്നിരുന്നല്ലേ. ഒത്തിരി പ്രതികൂലങ്ങളൊക്കെ വന്നു, എല്ലാവരും എതിർപ്പുകളുണ്ടായി. ദൈവത്തെ അറിയാൻ പോയതുകൊണ്ടാണ്, യേശുവിനെ അനുഗമിച്ചുകൊണ്ടാണ് ഇതൊക്കെ വന്നതെന്ന് എല്ലാവരും പറഞ്ഞു. നാട്ടുകാരെല്ലാം പറഞ്ഞപ്പോഴും ഒരിക്കലും പിന്മാറാതെ ആ പറ്റിച്ചേർന്ന് യേശുവിൻ്റെ കൂടെ നിന്നുകൊണ്ട് പറ്റിയിരുന്ന നമ്മളെ വിടുവിക്കുന്ന ഒരു കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. അതിൻ്റെ സാക്ഷ്യമാണ് നമ്മൾ കേട്ടത്. പിന്നെയും ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ ആര് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി ഇറങ്ങിയാൽ ഒരിക്കലും നമ്മളാരും ലജ്ജിച്ചു പോകുകയില്ല. അവങ്കിലേക്ക് നോക്കിയ പ്രകാശിതരായ അവരുടെ മുഖം ഒരിക്കലും ലജ്ജിപ്പാൻ കർത്താവ് അനുവദിക്കില്ല. കാരണം നമ്മുടെ കർത്താവിൻ്റെ മുഖത്ത് നിറച്ച് പ്രകാശമാണ്. ആ പ്രകാശത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ ലജ്ജിച്ചോ നമ്മുടെ കർത്താവ് അനുവദിക്കുകയില്ല. ഓക്കെ മോളെ, ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. പിന്നെ ഞാൻ ഒന്നുകൂടെ ചോദിക്കാം, ഫാം എല്ലാവരും ഞാൻ ചോദിക്കാം മോള് ദൈവം എനിക്ക് ഒരു കാര്യം ഞാൻ മിസ്സായ ഒരു കാര്യം കൂടെ പറയാനാണ്. സമയമുണ്ടോ? പറഞ്ഞോ മോളെ, പറഞ്ഞു. അപ്പം എനിക്ക് ദൈവം തമ്പുരാൻ തന്ന വലിയൊരു ഭാഗ്യം, ഒരു അവസരമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വാഗയിലെ ഡയാലിസിസ് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു ജോലി ചെയ്യുന്നത്. അപ്പൊ ആ സമയത്ത് ഈ ഡയാലിസിസ് വരുന്ന പേഷ്യൻസ് സെയിം വരുന്ന പേഷ്യൻസ് തന്നെ. അപ്പൊ നമുക്ക് ഇവരുമായിട്ടൊരു കണക്ഷൻ ഉണ്ട്. ആ സമയത്തൊക്കെ എനിക്ക് ഇവരോടൊക്കെ സുവിശേഷം പറയാൻ ദൈവം വലിയൊരു അവസരം തന്നിട്ടുണ്ട്, വലിയൊരു ഭാഗ്യം തന്നിട്ടുണ്ട് കേട്ടോ. അനേകരോട് പേഷ്യൻസ് നമ്മളുമായിട്ട് ഇങ്ങനെ കൂട്ടാവും. അപ്പൊ അത് കഴിയുമ്പോഴത്തേക്കും ഞാൻ ഇവർക്ക് ട്രാക്ട് കൊടുക്കുകയും സുവിശേഷം പറയാനും അവരുടെ രക്ഷാവചനം പറഞ്ഞു കൊടുക്കാനും ഒക്കെ ദൈവം തമ്പുരാൻ ഒത്തിരി ഭാഗ്യ അവസരം തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ഡയാലിസിസിൽ നിന്ന് വേറൊരു ഡിപ്പാർട്ട്മെന്റിലോട്ട് മാറി, സിസിയിലോട്ട് മാറി. മാറിയപ്പം ഇപ്പൊ എനിക്ക് ഭാരമായി, ദൈവമേ എനിക്ക് ഇവിടെ ആരോടും സാക്ഷ്യം പറയാൻ പറ്റത്തില്ല. കാരണം നമുക്ക് ഈ പേഷ്യൻസിനെ നമുക്ക് സ്ഥിരമായിട്ടൊന്നും കിട്ടത്തില്ലല്ലോ. അപ്പൊ നമുക്ക് ഇവരായിട്ട് കൂട്ടൊന്നുമില്ലേ. അപ്പം നമുക്ക് പറയാനുള്ള അവസരമൊക്കെ, പക്ഷെ ഇതെല്ലാം ഒരുക്കുന്ന ദൈവമാണ്. ദൈവം എനിക്ക് കാണിച്ചു തന്നു. അതെങ്ങനെയാന്ന് പറഞ്ഞാൽ, ഒരു ദിവസം ഞാൻ ഒരു പേഷ്യന്റിന്റെ വൈറ്റൽ സയൻസ് ഒക്കെ എടുത്തിട്ട് ഇങ്ങോട്ട് ഇറങ്ങുക. അപ്പൊ ഈ പുള്ളിക്കാരി പെട്ടെന്ന് എന്റെ കയ്യെ കയറി പിടിച്ചിട്ട് പറഞ്ഞു, എനിക്ക് പിന്നെ എനിക്ക് മരിക്കുന്ന പേടിയാ. ഞാൻ എന്റെ സിന്നിനൊക്കെ ദൈവം എന്നെ ശിക്ഷിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പുള്ളിക്കാരി പണ്ട് പള്ളിയിലൊക്കെ പോയിക്കൊണ്ടിരുന്ന പുള്ളിക്കാരിയാ. അപ്പൊ പെട്ടെന്ന് ഇവർക്കൊരു മരണഭയം വന്നിട്ട് ഇവര് പെട്ടെന്ന് എന്റെ കൈ കയറി പിടിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാന് പുള്ളിക്കാരിയോട്, അപ്പൊ എനിക്ക് നല്ലൊരു അവസരമായിരുന്നേ. ദൈവത്തിന് ഞാൻ യേശുവിനെ പറ്റി അവരോട് പറഞ്ഞു കൊടുത്തു. എന്റെ കയ്യിൽ ട്രാക്ട് ഉണ്ടായിരുന്നു. ഒരുപാട് നേരം അവരോട് സുവിശേഷം പറയാനും കർത്താവിന്റെ രക്ഷയെപ്പറ്റി പറയാനൊക്കെ എനിക്ക് അന്ന് ദൈവം ഒരു അവസരം തന്നു. അന്നെനിക്ക് ഭയങ്കര സന്തോഷമായി. കർത്താവെ, ഇപ്പൊ ദൈവം അവര് രക്ഷപ്പെടണമെന്ന് കർത്താവിന്റെ ആഗ്രഹമായിരുന്നു. അപ്പൊ ദൈവം ആരെ വേണേലും അതിനുവേണ്ടി ഒരുക്കിയേനെ. പക്ഷെ അന്ന് ദൈവം ഒരു യോഗ്യത ഇല്ലാത്ത എന്നെ ദൈവം അന്ന് ഒരുക്കിയല്ലോ എന്ന് ഓർത്തിട്ട് എനിക്ക് എത്രത്തോളം അന്ന് സന്തോഷമായിരുന്നു. അപ്പൊ ഞാൻ ഓർത്തു, നമുക്ക് നമ്മുടെ ആ മനസ്സിൽ ഒരു ആഗ്രഹം ഉണ്ടായാൽ മതി, ബാക്കി എല്ലാം ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിനുവേണ്ടി എല്ലാം നമ്മളെ സഹായിക്കും. അപ്പം സുവിശേഷം
സുവിശേഷം നമ്മുടെ ആഗ്രഹം മതിയെന്ന് ദൈവം എന്നെ അന്ന് പഠിപ്പിച്ചു. തമ്പുരാന്റെ ആണ് എല്ലാം പ്രവർത്തിക്കുന്നതെന്ന് അദ്ദേഹത്തിന് വലിയ കൃപയാൽ അന്ന് ദൈവം എനിക്ക് അങ്ങനെ ഒരു അവസരം തന്നു. അത് ഞാൻ പറയണമെന്ന് ആഗ്രഹിച്ചു. താങ്ക് യു ചേച്ചി. മോളെ. ഇന്ന് നമ്മുടെ ഈ വർഷത്തെ എൻ്റെ കഥയുടെ അവസാനത്തെ എപ്പിസോഡാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമാണ് നമുക്ക് രമ്യയെ കൂടി നമ്മൾ കേൾക്കുവാൻ സഹായിച്ചത്, ദൈവം സഹായിച്ചത്. അതുപോലെ തന്നെ മോടെ മമ്മിക്ക് ഇങ്ങനെ വയ്യാതെ വന്നപ്പം വീട്ടിൽ കടന്നു വന്ന പ്രിയമുള്ളവർ അവരുടെ സാക്ഷ്യവും പങ്കുവെച്ചെന്നാണ് മോള് പറഞ്ഞത്, അതില്ലയോ? അതെ അതെ അതെ, അതെ ആ അതെ അതെ സാക്ഷ്യത്തിൽ തീർച്ചയായും. കൂടിയാണ്. അതെ, നമ്മൾ കേൾക്കുന്ന ഓരോ സാക്ഷ്യവും അനേകരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുമെന്നുള്ളൊരു ഉദാഹരണമാണ്. ആ സാക്ഷ്യം കേട്ടുകൊണ്ടാണ് ഇന്ന് രമ്യയുടെ സാക്ഷ്യം. ആ സാക്ഷ്യമാണ് ഇന്ന് രമ്യ ഇവിടെ ഇരുത്തിയിരിക്കുന്നത്. രമ്യയുടെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം നമ്മളെ കേൾക്കാൻ ദൈവം ഇടയാക്കിയതും ആ ഒരു സാക്ഷ്യത്തിൽ കൂടിയാണ്. അതുകൊണ്ട് നമുക്കിപ്പം നമ്മൾ പറയും നമുക്ക് അധികം ഒന്നും പറയാൻ അറിയത്തില്ല, സുവിശേഷം പറയാൻ അറിയത്തില്ല എന്നൊക്കെ നമ്മൾ പലരും പറയും. നമ്മളൊന്ന് മാത്രം പറഞ്ഞാൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്നുണ്ട്, നന്മകൾ ചെയ്യുന്നുണ്ട്, അടയാളങ്ങൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങൾ മാത്രം, നമ്മുടെ അനുഭവം നമ്മൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുക, അതിൽ കൂടി കർത്താവ് പ്രവർത്തിക്കും. അങ്ങനൊരു സാക്ഷ്യമാണ് നമ്മളിന്ന് കേട്ടത്. ഓക്കെ മോളെ, നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയമുള്ളവർക്ക് വേണ്ടി മോള് തന്നെ ഒന്ന് പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് നിർത്താം ഇവിടെ. ദൈവമേ സ്തോത്രം കർത്താവേ, നല്ല ദൈവമേ അപ്പാ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. അവിടുന്ന് നല്ല ഭാഗ്യത്തിനായിട്ട് നല്ല അവസരത്തിനായിട്ട് അപ്പാ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സകലത അവിടുന്ന് ഒരുക്കിയാൽ കർത്താവെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഇത് സകലോ അവിടുത്തെ നാമമഹത്വത്തിനാക്കി അവിടുന്ന് തീർത്താട്ടെ കർത്താവെ. അനേകരെന്റെ യേശുവിനെ കണ്ടെത്തുവാൻ അപ്പ ഇതൊരു അവസരമാക്കി അപ്പ. ഹല്ലേലൂയ ഹല്ലേലൂയ. അവിടുന്ന് അനുഗ്രഹിച്ചാട്ടെ കർത്താവെ. പ്രത്യേകിച്ച് ആസാദി ചാനലിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു എന്റെ അപ്പ. ഹല്ലേലൂയ കർത്താവെ. അനേകർക്ക് അനുഗ്രഹമാക്കി അപ്പ ഇതിനെ അപ്പ അവിടെ നിർത്തിയിരിക്കാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഹല്ലേലൂയ ഹല്ലേലൂയ കർത്താവെ. അനേകർ യേശുവിനെ കണ്ടെത്തുവാൻ കർത്താവെ. കർത്താവെ നല്ല ദൈവത്തെ രുചിച്ചറിയുവാൻ കർത്താവെ. അനേക സാക്ഷ്യങ്ങൾ ഇടയാക്കുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം കർത്താവെ. ഹല്ലേലൂയ. പാസ്റ്ററിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. സാനിസ്മയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. സമൃദ്ധിയായി അവിടുന്ന് അനുഗ്രഹിച്ചാട്ടെ കർത്താവെ. അവരുടെ എല്ലാ പ്രയത്നങ്ങൾക്കും കർത്താവെ അനേക മടങ്ങ് അവിടുന്ന് പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകണമേ കർത്താവെ. ഹല്ലേലൂയ കർത്താവെ. പക്ഷ ഞങ്ങളെ വീക്ഷിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ കർത്താവെ. അനേകരുണ്ട് അപ്പ. അവരെയൊക്കെ എൻ്റെ അപ്പ ഹല്ലേലൂയ അവിടുന്ന് അനുഗ്രഹിച്ചാട്ടെ കർത്താവെ. ഹല്ലേലൂയ കർത്താവെ. സ്തോത്രം സ്തോത്രം കർത്താവെ. ഹല്ലേലൂയ അപ്പ. ഹല്ലേലൂയ. അവരുടെ ജീവിതത്തില് കർത്താവെ ഇത് അനുഗ്രഹമാക്കി കർത്താവെ അവിടുന്ന് തീർക്കണം കർത്താവെ. അനേക സാക്ഷ്യങ്ങൾ കർത്താവെ യേശു കർത്താവിനോട് പറ്റിച്ചേരുവാൻ കർത്താവെ. അവിടുത്തെ മഹത്വം വെളിവാകുവാൻ കർത്താവെ അവിടുന്ന് ഇടയാക്കുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം കർത്താവെ. എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിച്ചാട്ടെ കർത്താവെ. ഹല്ലേലൂയ കർത്താവെ. ആ സ്വർഗീയ ഭവനം നോക്കി കർത്താവെ ഞങ്ങൾക്ക് ജീവിപ്പാൻ അവിടുത്തെ മുൻനിർത്തി ജീവിപ്പാൻ കർത്താവ് ഞങ്ങളെ അനുഗ്രഹിച്ചാട്ടെ. സലോമോൻ യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു എന്റെ നല്ല പിതാവേ, കേട്ട് ഉത്തരം അരുളുമാറാകണമേ. താങ്ക് യു മോളെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമായിരുന്നു. പ്രാവശ്യത്തോട് ഞങ്ങളുടെ എല്ലാം നന്ദി സ്നേഹം അറിയിക്കുന്നു. ഈ വർഷത്തിൻ്റെ അവസാന വ്യാഴാഴ്ച ഈ അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യം കേൾക്കാൻ ദൈവം നമ്മളെ ഇടയാക്കി. പ്രിയമുള്ളവരെ, ഈ വർഷം നമ്മളെ വിട്ട് കടന്നു പോവുകയാണ്. പുതിയ വർഷത്തിലേക്ക് നമുക്ക് പിന്നെയും കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് നമ്മളെ തന്നെ താഴ്ത്തി നമുക്ക് ഒരുങ്ങാം. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്ത്. അതിനുവേണ്ടി നമുക്ക് എല്ലാവർക്കും ഒരുങ്ങാമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധി നിർത്തുന്നു. ഞങ്ങളെ വായിച്ചിരുന്ന എല്ലാവരോടുള്ള നന്ദി അറിയിക്കും. ദൈവത്തെ എല്ലാവരും ധാരാളം അനുഗ്രഹിക്കാൻ സഹായിക്കുകയും ചെയ്യട്ടെ. God bless you all.